ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ നമ്മുടെ മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എന്നിലേക്ക് വന്നു ചേരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഒരുപാട് പേർ ഇവിടെ വന്നു കഴിഞ്ഞു. ഈ സാഹിത്യരംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയുമൊക്കെ പല പ്രമുഖരും, കൽപ്പറ്റ നാരായണനും എം കാരശ്ശേരിയുമൊക്കെ അതിൽ ചിലർ മാത്രമാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് പുസ്തകങ്ങളിലൂടെ, ഒരുപാട് കാലത്തെ സാഹിത്യ സബരിയിലൂടെ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുകയും ഒരുപാട് വിജ്ഞാനത്തിൻ്റെ പല മേഖലകളിലേക്കും നമ്മളെ കൊണ്ടുപോവുകയും ചെയ്ത ഹമീദ് ചേന്ദമംഗലൂരാണ്. 7ാമത്തെ ഈ പരിപാടിയിൽ നമുക്ക് ഹമീദ് ചേന്ദമംഗലൂരിനെ തന്നെ കിട്ടിയത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഞാൻ നമ്മുടെ ഹമീദ് ചേന്ദമംഗലൂരിനെ സ്നേഹപൂർവ്വം സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുകയാണ്. ആദ്യമായി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ എന്നെ ക്ഷണിച്ച സറീന ട്രസ്റ്റിൻ്റെ പ്രവർത്തകരോട് ഞാൻ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ ഏറെക്കുറെ എനിക്ക് നല്ല പരിചയമുള്ളവരാണ്. പ്രത്യേകിച്ചും സുധാകരൻ മാഷ്, പ്രൊഫസർ സുധാകരൻ, പ്രൊഫസർ PP സുധാകരൻ, ശരിയല്ലേ? ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്ന കാലത്ത് ഞാൻ അവിടെ വരുന്നത് 1977 അക്കാലം തൊട്ട് അദ്ദേഹം അവിടെയുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹം മൈസൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അന്ന് എനിക്ക് നല്ല പരിചയമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് പല സംശയങ്ങളും ചോദിച്ച് ചെല്ലാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ഹീ ഈസ് മൈ ഇൻ്റലക്ച്വൽ ഗൈഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രൊഫസറാണ് ശ്രീ സുധാകരൻ. അതുപോലെ മുമ്പിലിരിക്കുന്ന പലരും അക്കാലത്ത് അവിടെ പഠിച്ചവരാണെന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. അതൊക്കെ വളരെ മുമ്പാണ്. 1977 തൊട്ട് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അവരിൽ പലരും ഈ സദസ്സിലുണ്ട്. അതുപോലെ ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന കാലത്തുണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള കുറേ സുഹൃത്തുക്കളും ഈ സദസ്സിലുണ്ട്. അപ്പോൾ ആകപ്പാടെ ഒരു നല്ല സദസ്സായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പക്ഷേ ഇവിടെ സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിഷയം അത്ര സുഖമുള്ളൊരു കാര്യമല്ല. അതൊരു സുഖമുള്ള വിഷയമല്ല എന്നെനിക്കറിയാം. കാരണം മതേതര ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയം കലർന്ന ഒരു വിഷയമാണ്. അപ്പോൾ മതേതര ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ സദസ്സിലുണ്ടാവും. എൻ്റെ വീക്ഷണങ്ങളോട് പലരും യോജിച്ചു എന്ന് വരില്ല. അപ്പോൾ വീക്ഷണ സംഘട്ടനം നടക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ തിരഞ്ഞെടുത്ത മതേതര ഇന്ത്യയുടെ ഭാവി, ദ ഫ്യൂച്ചർ ഓഫ് സെക്യുലർ ഇന്ത്യ എന്ന വിഷയം. ഇന്ത്യ ഒരു മതേതര ബഹുസ്വര രാഷ്ട്രമായിട്ട് 77 വർഷം പിന്നിടുകയാണ്. അതുപോലെ നാം നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുമായി 3/4 നൂറ്റാണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മുടെ മതേതരത്വം തളരുകയാണോ വളരുകയാണോ എന്ന ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് കോട്ടമാണോ തട്ടുന്നത്, അതോ അത് നേട്ടമുണ്ടാക്കുകയാണോ ചെയ്യുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ത്യയിൽ മതേതരത്വം തളരുകയാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്, അതല്ല അത് വളരും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം അതാണ്. വളരെയധികം കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് വരാവുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ ഇന്ത്യയുടെ മതേതരത്വം വളരുകയാണോ തളരുകയാണോ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭരണഘടനയിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് ഇന്ത്യ എന്നത് ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് എന്നാണ്. 1950 നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെടുന്ന കാലത്ത്, നിലവിൽ വരുന്ന കാലത്ത് ആമുഖത്തിൽ ഈ പറഞ്ഞ 2 വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ആദ്യം ഉണ്ടായിരുന്നത് ഇന്ത്യ ഒരു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് എന്നത് മാത്രമായിരുന്നു.
പിൽക്കാലത്ത് 1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 1976 അടിയന്തരാവസ്ഥ നിലനിൽക്കെ, അക്കാലത്താണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ, ആമുഖത്തിൽ 2 പദങ്ങൾ കൂട്ടിച്ചേർത്തത്. ആ പദങ്ങളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ 2 പദങ്ങൾ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യ എന്നത് ഒരു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ഇങ്ങനെ ഒരു ഭരണഘടന നമ്മൾ അംഗീകരിച്ചപ്പോൾ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനകളിൽ ഒന്നായിരുന്നു അത്. ഇപ്പോഴും അങ്ങനെ തന്നെ. ആ ഭരണഘടന എന്ന് പറഞ്ഞാൽ അംബേദ്കറും ഏതാനും പേരും മാത്രം ചേർന്ന് എഴുതിയതാണ്, അവരുടെ ഒറിജിനൽ കോൺട്രിബ്യൂഷനാണ് എന്നൊന്നും അവരവകാശപ്പെട്ടിട്ടില്ല. അംബേദ്കർ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിലവിലുണ്ടായിരുന്ന അമേരിക്കൻ ഭരണഘടന ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യ രാഷ്ട്ര ഭരണഘടനകളിൽ നിന്നും കടം കൊണ്ടിട്ടാണ് ഈ ഭരണഘടന തയ്യാറാക്കിയത് എന്ന്. ആ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യം ഉറപ്പാക്കപ്പെടുന്നുണ്ട്. ഏത് മതേതര രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിലും പൗരന്മാരുടെ മതസ്വാതന്ത്ര്യം ഉറപ്പാക്കപ്പെടും, അത് സ്വാഭാവികമാണ്. അതുപോലെ നമ്മുടെ ഭരണഘടനയിലും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ നിരുപാധികമല്ല. ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏത് പൗരന്മാർക്കും ഏത് മതത്തിലും വിശ്വസിക്കാം, ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാം. പക്ഷേ അതിന് ചില ഉപാധികളുണ്ട്. പ്രധാനമായിട്ട് 4 ഉപാധികളുണ്ട്. ഒന്നാമത്തെ ഉപാധി, നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പബ്ലിക് ഓർഡറിന് വിധേയമായിരിക്കണം. അതാണ് ഒന്നാമത്തെ ഉപാധി. പൊതുസമാധാനത്തിന് വിധേയമായി, അതുപോലെ തന്നെ മൊറാലിറ്റിക്ക് അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് അല്ലെങ്കിൽ സദാചാരത്തിന് വിധേയമായിരിക്കണം. മൂന്നാമതായി അത് ഹെൽത്ത്, ആരോഗ്യത്തിന് വിധേയമായിരിക്കണം. ഈ 3 ഉപാധികൾ പറഞ്ഞതിന് ശേഷം ഭരണഘടനയുടെ 3-ാം വകുപ്പിൽ പറയുന്ന, 3-ാം പട്ടികയിൽ പറയുന്ന മൗലികാവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ വകുപ്പുകൾക്കും അത് വിധേയമായിരിക്കണം എന്നും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, നിരുപാധികമല്ല. പ്രധാനമായി ഈ പറയുന്ന 4 ഉപാധികൾ അതിനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ മതേതരത്വം നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്ന്, അതിൽ ചേർക്കേണ്ട ഒരു ഉപാധി ചേർത്തിട്ടില്ല എന്നതാണ്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതായത് നമ്മുടെ ഭരണഘടനയിൽ 4 ഉപാധികൾ ചേർത്തിരിക്കുന്നു, ഒരു ഉപാധി കൂടി ചേർക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഉപാധി ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭരണഘടന മതസ്വാതന്ത്ര്യം അനുവദിക്കുമ്പോൾ മതത്തെ 2ആയി കണ്ടില്ല. മതത്തെ 2ആയി കാണുക എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദു മതം, അഹിന്ദു മതം എന്നോ ഇസ്ലാം മതം അല്ലെങ്കിൽ അനിസ്ലാം മതം എന്നോ ഒന്നുമല്ല. മതത്തെ 2ആയി കണ്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഭരണഘടനാ ശില്പികൾ മതത്തെ നോൺ പൊളിറ്റിക്കൽ റിലീജിയൻ എന്നും പൊളിറ്റിക്കൽ റിലീജിയൻ എന്നും വ്യവച്ഛേദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഭരണഘടന അനുസരിച്ച് നേരത്തെ പറഞ്ഞ 4 ഉപാധികൾക്ക് വിധേയമായിട്ട് പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നാം ഒരു മതേതര രാഷ്ട്രമാണെങ്കിൽ, നാം ഒരു സെക്യുലർ പ്ലൂറൽ സ്റ്റേറ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അവിടെ പൊളിറ്റിക്കൽ റിലീജിയന് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാമോ? നോൺ പൊളിറ്റിക്കൽ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം നോൺ പൊളിറ്റിക്കൽ റിലീജിയനാണ്, ഇസ്ലാം നോൺ പൊളിറ്റിക്കൽ റിലീജിയനാണ്, ക്രിസ്തുമതം നോൺ പൊളിറ്റിക്കൽ റിലീജിയനാണ്, സിഖ് മതം അങ്ങനെയാണ്. പക്ഷേ ഈ മതത്തിനകത്തൊക്കെ തന്നെ ആ മതത്തെ നോൺ പൊളിറ്റിക്കൽ റിലീജിയനായി കാണുന്നതിന് പകരം പൊളിറ്റിക്കൽ റിലീജിയനായിട്ട് കാണുന്ന സംഘടനകളുണ്ട്. അല്ലെങ്കിൽ ഹിന്ദു മതത്തെ വെറും ഹിന്ദു മതമായിട്ടോ ഇസ്ലാം മതത്തെ വെറും ഇസ്ലാം മതമായിട്ടോ കാണുന്നതിന് പകരം ഹിന്ദു മതത്തെ പൊളിറ്റിക്കൽ ഹിന്ദുയിസമായും ഇസ്ലാം മതത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമായും കാണുന്നവർ അതത് മതത്തിൻ്റെ കൂട്ടത്തിലുണ്ട്, അതത് മതവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. ഈ പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിൽ നിന്നാണ് ഹിന്ദു രാഷ്ട്ര സങ്കല്പം ജനിക്കുന്നത്. അതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നിന്നാണ് ഇസ്ലാമിക രാഷ്ട്രം ജനിക്കുന്നത്.
ഇവിടെ ജൂതന്മാർ വളരെ ചെറിയ ന്യൂനപക്ഷമാണ്, അതുകൊണ്ട് അവരെ കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇസ്രായേലിൽ അവിടെ പ്രവർത്തിക്കുന്നത് പൊളിറ്റിക്കൽ ജൂഡൈസമാണ്, രാഷ്ട്രീയ ജൂതമതമാണ്. അവിടെ ഭരിക്കുന്നത് രാഷ്ട്രീയ ജൂതമതമാണ്. അപ്പോൾ ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ പൊളിറ്റിക്കൽ റിലീജിയന് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. അങ്ങനെയൊന്നും നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന, ഇന്നല്ല 1947 ശേഷം നമ്മൾ നേരിടുന്ന, ഒരുപക്ഷെ അതിനു മുമ്പേ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആവിർഭവിക്കുന്നത് മത രാഷ്ട്ര സങ്കല്പത്തിൽ നിന്നാണ്. ഒരു റിലീജിയസ് സ്റ്റേറ്റ് എന്ന ആശയത്തിൽ നിന്നാണ്. ഇന്ത്യയിൽ വേണ്ടത് ഒരു റിലീജിയസ് സ്റ്റേറ്റാണ് എന്ന് വാദിക്കുന്ന ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഏറെക്കുറെ എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലുമുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദു മതത്തിനകത്തും ഇസ്ലാം മതത്തിനും മാത്രമാണ്. 1947 രാജ്യം വിഭജിക്കപ്പെടുകയും പാകിസ്ഥാൻ ആവിർഭവിക്കുകയും ചെയ്തപ്പോൾ, പാകിസ്ഥാൻ നിലവിൽ വരികയും ചെയ്തപ്പോൾ, അവിടെയൊക്കെ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. 2-3 വർഷം നീണ്ട ഭരണഘടനാ നിർമ്മാണം, അത് 3 വർഷം നീണ്ടിരിക്കുന്നത്. ആ കാലത്ത് പാകിസ്ഥാൻ നിലവിൽ വന്നപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള നേതാക്കന്മാരിൽ, വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരിൽ ചിലർ ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. അപ്പുറത്ത് വന്നത് ഒരു മുസ്ലിം റിപ്പബ്ലിക്കാണെങ്കിൽ ഇപ്പുറത്ത് വരേണ്ടത് ഒരു ഹിന്ദു റിപ്പബ്ലിക്കല്ലേ? നാം എന്തിന് ഒരു സെക്യുലർ റിപ്പബ്ലിക്കാകുന്നു എന്ന ചോദ്യം ഉന്നയിച്ചത്. കാരണം നമ്മോടൊപ്പമുണ്ടായിരുന്ന പാകിസ്ഥാൻ, ആ രാഷ്ട്രം ഒരു മുസ്ലിം റിപ്പബ്ലിക്കായെങ്കിൽ അതിന് കാരണം അവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് എന്നതാണെങ്കിൽ, ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളല്ലേ, അതുകൊണ്ട് ഇന്ത്യ ആവേണ്ടത് ഹിന്ദു റിപ്പബ്ലിക്കല്ലേ എന്ന ചോദ്യമാണ് അക്കാലത്ത് ചിലർ ഉന്നയിച്ചത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരല്ല എന്ന് മനസ്സിലാക്കണം. കോൺഗ്രസ്സിനകത്തുള്ളവർ പോലും അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു എന്നാണ് ചില വായനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ നമുക്ക് ഹിന്ദു റിപ്പബ്ലിക്കും വേണ്ട, മുസ്ലിം റിപ്പബ്ലിക്കും വേണ്ട, മതേതര റിപ്പബ്ലിക്ക് മതി എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രീആമ്പിളിൽ 1950 ജനുവരി 26 അത് അംഗീകരിച്ചപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങുകയും, എന്നിട്ട് വി കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റേറ്റ്. വാട്ട് സ്റ്റേറ്റ്? എ സോവറിൻ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു സോവറിൻ മുസ്ലിം റിപ്പബ്ലിക് എന്നല്ല, എ സോവറിൻ ഹിന്ദു റിപ്പബ്ലിക് എന്നല്ല, എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഭരണഘടനയിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു ന്യൂനത ഞാൻ കണ്ടെത്തുന്നു. ഇതുപോലുള്ള നോൺ പൊളിറ്റിക്കൽ റിലീജിയൻ അല്ലാതെ പൊളിറ്റിക്കൽ റിലീജിയന് സ്വാതന്ത്ര്യം അനുവദിച്ചത് ശരിയായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് ഭരണഘടന വിട്ട് നമ്മുടെ സെക്യുലർ പാർട്ടികളുടെ പ്രവർത്തന രീതിയിലേക്കൊന്ന് കടന്നു നോക്കാം. കാരണം മതേതര ഇന്ത്യയുടെ ഭാവി എന്നതാണ് നമ്മുടെ വിഷയം. മതേതര ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത് സെക്യുലർ പാർട്ടികളാണ്. കാരണം സെക്യുലർ പാർട്ടികൾ, മതേതര പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തത്വം അവർ മതേതര ബഹുസ്വര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്നതാണ്. എന്നാൽ കഴിഞ്ഞ 75-76 വർഷത്തെ അവരുടെ പ്രവർത്തനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ, ആ പാർട്ടിയുടെ നേതാക്കന്മാർ, അതിൻ്റെ അനുയായികളൊക്കെ മതേതര മൂല്യങ്ങളോട് പ്രതിജ്ഞാബദ്ധത പുലർത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം സംഗതമാണ്. ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ നമുക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെ 2 ഘട്ടമായിട്ട് വിഭജിക്കാൻ കഴിയും. ഒന്ന് നെഹ്റുവിയൻ കാലഘട്ടം, 2 നെഹ്റു അനന്തര കാലഘട്ടം. ഒന്ന് നെഹ്റുവിയൻ ഏജ്, മറ്റത് പോസ്റ്റ് നെഹ്റുവിയൻ ഏജ് എന്ന രൂപത്തിൽ നമുക്ക് ഇന്ത്യയുടെ, സ്വതന്ത്ര ഇന്ത്യയുടെ കാലഘട്ടത്തെ വിഭജിക്കാം. 47 തൊട്ട് ഇപ്പോൾ ഈ 2024 വരെയുള്ള ഈ 77 വർഷത്തെ കാലഘട്ടത്തെ നമുക്ക് അങ്ങനെ വിഭജിക്കാൻ പറ്റും. ഈ നെഹ്റുവിയൻ കാലഘട്ടം എന്നത് 1947 തൊട്ട് 1964 വരെ 17 വർഷം ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തോളം
കാലം 17 വർഷക്കാലത്തോളം പ്രധാനമന്ത്രിയായി മറ്റൊരു വ്യക്തിയും മറ്റൊരു നേതാവും ഇന്ത്യയിലുണ്ടായിട്ടില്ല. നെഹ്റുവിൻ്റെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് 64 വരെ എന്ന് നമ്മൾ ചുരുക്കേണ്ടതില്ല. 1947 തൊട്ട് ഏതാണ്ട് 1970 ആദ്യം വരെ എന്ന രൂപത്തിലാണ് നെഹ്റുവിയൻ പീരീഡിനെ കുറിച്ച് സാധാരണ ആൾക്കാർ പറയാറുള്ളത്. ആ കാലത്താണ്, അല്ലെങ്കിൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്, ഇന്ത്യയിൽ ഏറ്റവും വലിയ സെക്യുലർ പാർട്ടിയായ കോൺഗ്രസ് മതേതര മൂല്യങ്ങളോട് ഏറ്റവും കൂറ് പുലർത്തി പ്രവർത്തിച്ചത് എന്ന് പറയാം നെഹ്റുവിൻ്റെ കാലത്ത്. അതിൻ്റെ 2-3 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഒരുപക്ഷെ ഇക്കാലത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു സെക്യുലർ പാർട്ടി നേതാവിനും കാണിക്കാൻ ധൈര്യമില്ലാത്ത, ചെയ്യാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത പ്രധാനമന്ത്രിയാണ് നെഹ്റു. കാരണം ഹി വാസ് എ കമ്മിറ്റഡ് സെക്യുലറിസ്റ്റ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് 1949 ഡിസംബർ 21 അല്ലെങ്കിൽ 22 അർദ്ധരാത്രിയിൽ ആണ് ബാബറി മസ്ജിദ് എന്ന ദേവാലയത്തിൽ, മുസ്ലിം ദേവാലയത്തിൽ വളരെ നിഗൂഢമായി ഒരു രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നത്. അത് സ്വയംഭൂവാണ് എന്ന് അന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്കാർക്കും അത് സ്വയംഭൂവായിട്ടൊരു വിഗ്രഹം ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടും, പള്ളി വേണ്ട, അമ്പലം വേണ്ട, ഒരു അളകാപുരിയിൽ ഒരു സ്വയംഭൂവായിട്ടൊരു രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുമെന്ന് നമ്മളാരും കരുതുന്നില്ല. ദർ മസ്റ്റ് ബി സംബഡി ബിഹൈൻഡ് ഇറ്റ്. അങ്ങനെ രാമവിഗ്രഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി നെഹ്റു അക്കാലത്ത് യു.പിയിലെ, അന്ന് യുണൈറ്റഡ് പ്രൊവിൻസ് ആണെന്ന് തോന്നുന്നു, ഇപ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ആ പ്രദേശം, ആ സംസ്ഥാനം, അന്ന് യു.പിയിലെ യുണൈറ്റഡ് പ്രൊവിൻസിലെ അന്നത്തെ മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭ പാന്തിനെ വിളിച്ചു പറഞ്ഞു ആ വിഗ്രഹം എടുത്ത് സരയൂ നദിയിൽ എറിയണമെന്ന്. ഇന്നത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്, ഇന്നത്തെ ഏതെങ്കിലും പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ള ധൈര്യമുണ്ടാകുമോ? നെഹ്റുവിന് ആ ധൈര്യമുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു വിഗ്രഹം പ്രത്യക്ഷപ്പെടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ചില ഗൂഢലക്ഷ്യങ്ങളോടുകൂടി ചില ശക്തികൾ അവിടെ കൊണ്ടുവച്ചതാണ് ആ വിഗ്രഹം. അങ്ങനെയുള്ള വിഗ്രഹം അങ്ങനെ ഒരു ദേവാലയത്തിൽ കൊണ്ടുവെക്കുമ്പോൾ ഇവിടെ സാമുദായിക സ്പർദ്ധ വളരും. നാം മതേതരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മതസ്പർദ്ധയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ശക്തികളെ നമുക്കൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നെഹ്റു അന്ന് ഗോവിന്ദ വല്ലഭ പാന്തിനോട് പറഞ്ഞത് ആ വിഗ്രഹം എടുത്ത് സരയൂ നദിയിൽ എറിയണം എന്ന്. അതൊരു ഉദാഹരണമാണ്. രണ്ടാമത്തെ ഉദാഹരണം 1951 49 ഡിസംബറിലായിരുന്നു മറ്റേതെങ്കിൽ. 1951 സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്ന് അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിക്കപ്പെടുന്നത്. 1951 സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഭാവികമായി അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ക്ഷണിക്കപ്പെട്ടു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആ ചടങ്ങിൽ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ പ്രധാനമന്ത്രി നെഹ്റു രാജേന്ദ്ര പ്രസാദിനോട് പറഞ്ഞു, താങ്കൾക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ആ ചടങ്ങിൽ സംബന്ധിക്കാം. പക്ഷേ താങ്കൾ മതേതര രാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. മതേതര ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന നിലയ്ക്ക് താങ്കൾ ആ ചടങ്ങിൽ സംബന്ധിക്കുന്നത് ഒട്ടും ശരിയല്ല. രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് നെഹ്റുവിൻ്റെ ആ ഉപദേശമെന്ന് ഞാൻ പറയുന്നില്ല, ആ ഒരു നിർദ്ദേശം സ്വീകരിച്ചില്ല. അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തു. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, അങ്ങനെ ഒരു കാര്യം രാഷ്ട്രപതിയോട് പറയാൻ ഒരു പ്രത്യേക മതത്തിൻ്റെ, ഏത് മതത്തിൻ്റെ ആയാലും ഒരു പ്രത്യേക മതത്തിൻ്റെ ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു സെക്യുലർ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റ് പോകാൻ പാടില്ല എന്ന് പറയാൻ പിന്നെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ 1ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ 7ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഗ്യാനി സെയിൽ സിംഗ്. സെയിൽ സിംഗ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന കാലത്താണ് സിഖ് തീവ്രവാദികൾ, നമ്മുടെ ബിന്ദ്രൻവാലയുടെയൊക്കെ ആളുകൾ അവിടെ
അമൃത്സർ സുവർണക്ഷേത്രത്തിൽ അത് അവരുടെ താവളമാക്കി, സിഖ് ഭീകരവാദത്തിൻ്റെ താവളമാക്കി മാറ്റി സുവർണക്ഷേത്രം. അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി സെയിൽ സിംഗ് ആണ്. സെയിൽ സിംഗ് ഇന്ത്യയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം മാനിച്ച് അവിടെ സൈനിക നടപടി സ്വീകരിക്കാൻ, അതായത് തീവ്രവാദികളെയും ഭീകരവാദികളെയും അമൃത്സർ എന്ന സിഖ് ക്ഷേത്രത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകി. ആ നിർദ്ദേശം നൽകിയപ്പോൾ അന്നത്തെ സിഖ് സമൂഹത്തിലെ പഞ്ചപുരോഹിതന്മാർ സെയിൽ സിംഗിന് ശിക്ഷ വിധിച്ചു. അദ്ദേഹം പുരോഹിതന്മാരുടെ ചെരുപ്പ് തുടയ്ക്കണം എന്നതായിരുന്നു ശിക്ഷ. ഏറ്റുവാങ്ങി സെയിൽ സിംഗ്. ആദ്യത്തെ രാഷ്ട്രപതി ഇങ്ങനെയാണ് ചെയ്തത്. അന്ന് നെഹ്റു ഇത് പറഞ്ഞു. പക്ഷേ സെയിൽ സിംഗ് രാഷ്ട്രപതിയായിരുന്ന കാലത്ത് അങ്ങനെ പറയാൻ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല. പഞ്ചപുരോഹിതന്മാരുടെ ആജ്ഞ അനുസരിച്ച് ചെരുപ്പ് തുടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ സെയിൽ സിംഗും അതുപോലെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബൂട്ടാ സിംഗും അതിന് വഴങ്ങുകയായിരുന്നു. അത് ഞാൻ പറയുന്നത് വ്യത്യാസം പറയുകയാണ്. നെഹ്റുവിൻ്റെ കാലത്ത് സെക്യുലർ മൂല്യങ്ങളോട് പുലർത്തപ്പെട്ട പ്രതിജ്ഞാബദ്ധതയുടെ ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ഞാൻ 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് 1949 ഡിസംബർ 21 രാമവിഗ്രഹത്തിൻ്റെ പ്രശ്നം. രണ്ടാമത്തേത് സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ ചടങ്ങിൽ ആ പുനരുദ്ധാരണം കഴിഞ്ഞുള്ള ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പങ്കെടുക്കുന്നതിനോട് നെഹ്റു പ്രകടിപ്പിച്ച വിയോജിപ്പ്. ഈ മൂന്നാമത്തെ കാര്യമാണ് നെഹ്റു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, തൻ്റെ ഏറ്റവും വലിയ സംഭാവനയായി, രാജ്യത്തിന് താൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കിയത്. അതെന്തായിരുന്നു? അത് 1954-56 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഹിന്ദു കോഡ് ബിൽ പാസ്സാക്കപ്പെട്ടു. ഹിന്ദു കോഡ് ബിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദു കുടുംബ നിയമങ്ങളുടെ പരിഷ്കരണം. ഈ ഹിന്ദു കുടുംബ നിയമങ്ങളുടെ പരിഷ്കരണം വേണമെന്ന ആവശ്യം നെഹ്റു 1947 മുമ്പ് തന്നെ ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം ഹിന്ദു കുടുംബ നിയമപ്രകാരം ആ മതവിഭാഗത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, അവർക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഉദ്ദേശത്തോടു കൂടി 1947 കാലഘട്ടം തൊട്ട് തന്നെ പ്രധാനമന്ത്രി നെഹ്റു അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 1947 ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നപ്പോൾ അതിനെ എതിർത്തവരുടെ കൂട്ടത്തിൽ ഹൈന്ദവ വലതുപക്ഷത്തുള്ളവർ മാത്രമല്ല ഉണ്ടായിരുന്നത്, കോൺഗ്രസ്സിലെ തലമുതിർന്ന നേതാക്കൾ വരെ അതിനെതിർത്തു. ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവരാനുള്ള നിർദ്ദേശം മുന്നോട്ട് വന്നപ്പോൾ ആദ്യം എതിർത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു, പ്രൊവിഷണൽ പാർലമെൻറ്റിന് 47 പ്രൊവിഷണൽ പാർലമെൻറ്റാണ്, 52 തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത്. പ്രൊവിഷണൽ പാർലമെൻറ്റിന് ഇത്തരം ഒരു നിയമം കൊണ്ടുവരുവാനുള്ള അവകാശമില്ല എന്ന്. മാത്രവുമല്ല, അനേകം നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായിട്ട് പിന്തുടർന്നു പോരുന്ന ഇത്തരം നിയമങ്ങളെ ഇങ്ങനെ മാറ്റുന്നത് ശരിയല്ല എന്ന്. അതിന് നെഹ്റു പറഞ്ഞ മറുപടി, നൂറ്റാണ്ടുകളായിട്ടോ സഹസ്രാബ്ദങ്ങളായിട്ടോ ദുരാചാരങ്ങളുണ്ട്, അത് കുറേ കാലമായിട്ട് നിലനിൽക്കുന്നു എന്നതുകൊണ്ട് അത് മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. മാറ്റണം എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. രാജേന്ദ്ര പ്രസാദ് മാത്രമല്ല അതിനെ എതിർത്തത്. അന്ന് ഹിന്ദു കോഡ് ബില്ലിനെ എതിർത്തവരുടെ കൂട്ടത്തിൽ പുരുഷോത്തം ദാസ് ടാൻഡൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവുണ്ടായിരുന്നു. അതുപോലുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരും ഇതിനെ ശക്തമായിട്ട് എതിർത്തു. പക്ഷേ നെഹ്റു മുന്നോട്ട് പോയി 1955-56 കാലഘട്ടത്തിൽ ഹിന്ദു കോഡ് ബിൽ പാസ്സാക്കപ്പെട്ടു. അപ്പോൾ ചോദ്യം വന്നു, ഇവിടെ ഹിന്ദുക്കളുടെ മാത്രം കുടുംബ നിയമങ്ങൾ പരിഷ്കരിച്ചാൽ മതിയോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട സമുദായമാണ് മുസ്ലിം സമുദായം. ഹിന്ദുക്കൾ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായം, രണ്ടാമത്തെ ഏറ്റവും പ്രബലമായ സമുദായം മുസ്ലിം സമുദായമാണ്. ആ സമുദായത്തിലെ വളരെ പ്രതിലോമപരമായ കുടുംബ നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടതില്ലേ എന്ന ചോദ്യം അന്ന് ഉന്നയിക്കപ്പെട്ടു. അതിന് ജവഹർലാൽ നെഹ്റുവും അന്നത്തെ നിയമമന്ത്രിയുമായിരുന്ന ഡോക്ടർ അംബേദ്കർ പറഞ്ഞ മറുപടിയുണ്ട്. അവർ പറഞ്ഞു, ഹിന്ദുക്കൾക്കിടയിൽ, ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായം എന്ന നിലയ്ക്ക് ഹിന്ദുക്കൾക്കിടയിൽ
ഇത്തരം പരിഷ്കരണത്തെ അനുകൂലിക്കുന്ന പ്രബലമായ ഒരു ലിബറൽ പക്ഷമുണ്ട്. ഹിന്ദുക്കൾക്കിടയിലെ വലിയൊരു വിഭാഗം ലിബറൽ മൂല്യങ്ങളോടൊപ്പം നിൽക്കുന്നവയാണ്. അവർ യാഥാസ്ഥിതിക മൂല്യങ്ങളെ എതിർക്കുന്നവരാണ്. അതുകൊണ്ട് ഹിന്ദുക്കൾക്കിടയിൽ ഇങ്ങനെ ഒരു നിയമപരിഷ്കാരം കൊണ്ടുവരുന്നത് താരതമ്യേന എളുപ്പമാണ്. എന്നാൽ അതല്ല മുസ്ലിം സമുദായത്തിലെ സ്ഥിതിയെന്ന് അംബേദ്കറും നെഹ്റുവും ചൂണ്ടിക്കാട്ടി. അവരുടെ അഭിപ്രായത്തിൽ മുസ്ലിം കുടുംബ നിയമവും പരിഷ്കരിക്കണം. പക്ഷേ മുസ്ലിം സമുദായത്തിലെ അവസ്ഥ അതല്ല. കാരണം എന്താ? കാരണം 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഏറ്റവും വലിയ വിഭാഗം, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പോയത് പാകിസ്ഥാനിലേക്കാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗമായി തീർന്നു ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ. ഈ വിഭജനകാലത്ത് ഇന്ത്യയിൽ 10 കോടി മുസ്ലിങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് 10 കോടി മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ ഏതാണ്ട് 25-30% മുസ്ലിങ്ങൾ, ജനസംഖ്യയിൽ ഏതാണ്ട് 30% മുസ്ലിങ്ങളാണ് 1947 ഇന്ത്യയിലുണ്ടായിരുന്നത്. അതിൽ 10 കോടിയിൽ 6 കോടിയും പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി. ഇന്ത്യയിൽ അവശേഷിച്ചത് 4 കോടി മാത്രമാണ്. പാകിസ്ഥാനിലെ 6 കോടിയിൽ ഉൾപ്പെട്ടിരുന്നത് അക്കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന വരേണ്യ മുസ്ലിങ്ങളാണ്. വരേണ്യ മുസ്ലിങ്ങൾ, ദ എലീറ്റ് മുസ്ലിംസ്, ദ റിച്ച് എലീറ്റ് എഡ്യൂക്കേറ്റഡ് മുസ്ലിംസ്, അവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി. ആ വിഭാഗത്തിലാണ് ലിബറൽ ഉണ്ടാവുക. ഇപ്പുറത്ത് ഇന്ത്യയിൽ അവശേഷിച്ചത് താരതമ്യേന ദരിദ്രരായ, നിരക്ഷരരായ, വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ ആളുകളാണ് മുസ്ലിങ്ങൾക്കിടയിൽ. അതുകൊണ്ട് അവർക്കിടയിൽ ലിബറൽ പക്ഷത്തുള്ളവർ വളരെ ചുരുക്കമാണ്. അതിനാൽ ഇപ്പോൾ ആ സമുദായത്തിൽ കുടുംബ നിയമങ്ങൾ പരിഷ്കരിക്കുക സാധ്യമല്ല. എന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ, അതായത് ആ സമുദായത്തിലും കൂടുതൽ ലിബറൽ വിഭാഗക്കാരുണ്ടാവുമ്പോൾ അതും പരിഷ്കരിക്കപ്പെടും എന്നായിരുന്നു അന്ന് അംബേദ്കറും നെഹ്റുവും അതിന് നൽകിയ മറുപടി. പിൽക്കാലത്ത് 1963 മറ്റത് ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവരുന്ന 55-56 കാലഘട്ടത്തിൽ 1963 മുസ്ലിങ്ങൾക്കിടയിലെ ലിബറൽ പക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന MP ആയിരുന്ന മുഹമ്മദ് കരീം ഛഗ്ല എന്ന MC ഛഗ്ല പാർലമെൻറ്റിൽ ഒരാവശ്യം മുന്നോട്ട് വെച്ചു. മുസ്ലിങ്ങളുടെ കുടുംബ നിയമം പരിഷ്കരിക്കണം, മുസ്ലിം പേഴ്സണൽ ലോസ് പരിഷ്കരിക്കണം, മുസ്ലിം വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിലുള്ള ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് പരിഷ്കരിക്കണം, അത് ലിംഗനീതിപരമാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു 1963. 1963 MC ഛഗ്ല എന്ന മുസ്ലിം സമുദായത്തിലുള്ള ഈ പരിഷ്കരണവാദി അങ്ങനെ പറയാനുള്ള ചരിത്രപരമായൊരു കാരണമുണ്ടായിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പാകിസ്ഥാനിൽ അയ്യൂബ് ഖാനാണ് പാകിസ്ഥാൻ്റെ ഭരണാധികാരി, പട്ടാള മേധാവി, സൈനിക മേധാവിയ അയ്യൂബ് ഖാൻ അവിടെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് 1961 പാകിസ്ഥാനിലെ മുസ്ലിം കുടുംബ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു. ബഹുഭാര്യത്വം നിയന്ത്രിക്കപ്പെട്ടു, അനിയന്ത്രിത വിവാഹമോചനം ഇല്ലാതാക്കി. അങ്ങനെ ഒരുപാട് പരിഷ്കരണങ്ങൾ അവിടെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ പാകിസ്ഥാനിൽ പോലും മുസ്ലിം കുടുംബ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇന്ത്യയിലും മുസ്ലിം കുടുംബ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന ആവശ്യം മുഹമ്മദ് അലി കരീം ഛഗ്ല മുന്നോട്ട് വെച്ചു. നെഹ്റു അതിനോടൊപ്പമായിരുന്നു. പക്ഷേ പിന്നെ ഒരു വർഷം മാത്രമാണ് അദ്ദേഹം ജീവിച്ചത്. 1964 MC ഛഗ്ല ഈ ആവശ്യം ഉന്നയിച്ചത്. 1964 മെയ് 27 നെഹ്റു അന്തരിച്ചു. ആ ഡേറ്റ് ഞാൻ ഓർക്കാൻ പ്രത്യേക കാരണമുണ്ട്. ഞാൻ 1964 ആ വർഷമാണ് SSLC പരീക്ഷ ജയിക്കുന്നത്. മെയ് മാസത്തിലായിരുന്നു റിസൾട്ട് വന്നത്, ഈ മരണത്തിൻ്റെ തൊട്ട് മുമ്പ്. ഏതായാലും നെഹ്റു 1964 മെയ് 27 അന്തരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു 10 വർഷവും കൂടി ഇന്ത്യയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമവും തീർച്ചയായും പരിഷ്കരിക്കപ്പെടുമായിരുന്നു. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടപ്പിൽ വരുത്തുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതുണ്ടായില്ല, അദ്ദേഹം നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ഈ നെഹ്റുവിയൻ കാലഘട്ടത്തിൽ നാം കാണുന്നത് മതനിരപേക്ഷ മൂല്യങ്ങളോട് കൂടുതൽ പ്രതിബദ്ധത പുലർത്തിയ കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, അക്കാലത്തുണ്ടായിരുന്ന സെക്യുലർ പാർട്ടികളും ഏറെക്കുറെ അതേ നിലപാടുകാർ
ഒക്കെ തന്നെയായിരുന്നു സ്വീകരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും അക്കാലത്ത് സെക്യുലർ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു അവരൊക്കെ ചെയ്തിരുന്നത്. എന്നാൽ നെഹ്റു അനന്തര കാലഘട്ടത്തിൽ 1970 ശേഷം നാം ഇന്ത്യയിൽ കാണുന്നത് എന്താണ്? പിന്നീട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് രണ്ട് വർഗീയതകളെ പ്രീതിപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ അതിന് സാക്ഷിയാവുന്നത്. അതൊന്ന്, പഞ്ചാബിൽ അകാലിദൾ എന്ന കക്ഷിയെ നേരിടാൻ വേണ്ടി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അവരുടെ പാർട്ടി ഭിന്ദ്രൻവാലയെ പ്രോത്സാഹിപ്പിച്ചു. ഭിന്ദ്രൻവാല എന്ന് പറഞ്ഞാൽ സിഖ് തീവ്രവാദി, സിഖ് ഭീകരവാദി, സിഖ് വിഘടനവാദി. ഈ വിഘടനവാദിയെ പ്രോത്സാഹിപ്പിച്ചു ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ്. എന്തിനു വേണ്ടിയാ? പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ ഭിന്ദ്രൻവാലയെ കൂട്ടുപിടിച്ചു, സിഖ് തീവ്രവാദത്തെ കൂട്ടുപിടിച്ചു. അവിടെ നാം കാണുന്നത് എന്താണ്? സെക്യുലർ മൂല്യങ്ങളിൽ വെള്ളം ചേർക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഒരു കാലത്ത്, ആ കാലത്ത് തന്നെ 1970-കളിൽ അതുപോലെ 80-കളുടെ ആദ്യത്തിലുമൊക്കെ ഇമാം ബുഖാരി എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ജുമാ മസ്ജിദിലെ ഇമാം. അത് വെറും ഒരു ഇമാം, വലിയ ആളൊന്നുമല്ല. പക്ഷേ വടക്കേ ഇന്ത്യക്കാരിൽ വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ വിചാരിച്ചിരുന്നത് എന്തോ ഒരു ദിവ്യനാണ് എന്നാണ്. അതുകൊണ്ട് എല്ലാ സെക്യുലർ പാർട്ടികളും, മുസ്ലിം കോൺഗ്രസ് ആയാലും മറ്റു മതേതര പാർട്ടികളായാലും വടക്കേ ഇന്ത്യയിൽ ഈ ഇമാം ബുഖാരിയാണ് പോയി കാണുന്നത്. ബിക്കോസ് ഹി വാസ് എ പവർ ബ്രോക്കർ. മുസ്ലിം വോട്ട് ബാങ്ക് അദ്ദേഹത്തിൻ്റെ ഗീശയിലാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ സെക്യുലർ പാർട്ടികളും പോവും ഇമാം ബുഖാരിയുടെ അടുത്ത്. ഈ വോട്ട് കിട്ടണം, വോട്ട് ബാങ്ക് അദ്ദേഹത്തിൻ്റെ ഗീശയിലുണ്ട്. അതിനുവേണ്ടി പോകുന്ന ഏർപ്പാട് അത് മതേതര മൂല്യങ്ങൾക്കൊട്ടും യോജിച്ചതായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു 1984. 1984 പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ രാജീവ് ഗാന്ധി രംഗത്ത് വരുന്നു. രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പൊതുവെ എല്ലാവരും പ്രതീക്ഷിച്ചത് എന്താണ്? സെക്യുലർ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലത്തിലേക്ക് കോൺഗ്രസ് പോലുള്ള പാർട്ടി തിരിച്ചു പോകുമെന്നാണ്. പക്ഷേ അതുണ്ടായില്ല. അദ്ദേഹം പിന്തുടർന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം 1985 ഷാബാനു ബീഗം കേസിനോട് അന്നത്തെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സ്വീകരിച്ച നിലപാടാണ്. 1985 ഏപ്രിൽ 23 വളരെ പ്രസിദ്ധമായ ഷാബാനു ബീഗം കേസിൽ സുപ്രീം കോടതിയുടെ ഐതിഹാസികം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിധി വരുന്നത്. ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞത് വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം ലഭിക്കാൻ അവകാശമുണ്ട് എന്നാണ്. ക്രിമിനൽ നടപടിക്രമത്തിൻ്റെ 125 വകുപ്പ് മാത്രമല്ല, ഖുർആനിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൂടിയാണ് അന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായിരുന്ന YV ചന്ദ്രചൂഡ് ആ വിധി പ്രസ്താവന എഴുതിയത്. YV ചന്ദ്രചൂഡിൻ്റെ മകനാണ് ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡിൻ്റെ അച്ഛൻ YV ചന്ദ്രചൂഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന കാലത്താണ് 1985 ഏപ്രിൽ 23 ഷാബാനു ബീഗം മുഹമ്മദ് അഹമ്മദ് ഖാൻ കേസിൽ ഈ വിധി വരുന്നത്. ആ വിധിയെ സെക്യുലർ പാർട്ടികൾ എങ്ങനെ സ്വീകരിക്കണം? അതിനെ സ്വീകരിക്കുകയാണോ വേണ്ടത്, അതോ അതിനെ തള്ളിക്കളയുകയാണോ ചെയ്യേണ്ടത്? രാജ്യത്തെ ഏറ്റവും വലിയ സെക്യുലർ പാർട്ടിയായ കോൺഗ്രസ്, രാജ്യത്ത് ഭരണം നടത്തുന്ന കോൺഗ്രസ്, അതിൻ്റെ നേതാവായ രാജീവ് ഗാന്ധി, പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി ഈ സുപ്രീം കോടതി തികച്ചും പുരോഗമനപരമായ, ലിംഗനീതിപരമായ, ലിംഗസമത്വത്തിലൂന്നിയ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നതിന് പകരം അതിനെ തള്ളിക്കളയുകയും അതിനെ മറികടക്കാൻ വേണ്ടി 1986 ഫെബ്രുവരിയിൽ മുസ്ലിം വനിതാ നിയമം എന്ന പേരിൽ മറ്റൊരു നിയമം, ഒരു പുതിയ നിയമം നടപ്പാക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ നമുക്ക് ഇന്ത്യ ചരിത്രത്തെ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെ മറ്റൊരു രൂപത്തിൽ വിഭജിക്കുന്നതിലേക്കും കടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെ, രാഷ്ട്രീയ ചരിത്രത്തെ നമുക്ക് നെഹ്റുവിയൻ കാലമെന്നും നെഹ്റു അനന്തരകാലമെന്നും വിഭജിക്കാമെന്ന്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെ നമുക്ക് 1985 മുമ്പുള്ള കാലമെന്നും 1985 ശേഷമുള്ള കാലമെന്നും ആ രൂപത്തിലും ഇന്ത്യൻ ആ ചരിത്രത്തെ നമുക്ക് വിഭജിക്കാവുന്നതാണ്. അതായത് പ്രീ 1985,
പോസ്റ്റ് 1985 അല്ലെങ്കിൽ പ്രീ ഷാബാനു ബീഗം കേസ് ജഡ്ജ്മെൻറ്റ്, പോസ്റ്റ് ഷാബാനു ബീഗം കേസ് ജഡ്ജ്മെൻറ്റ്, അങ്ങനെ നമുക്ക് ഇന്ത്യ ചരിത്രത്തെ വിഭജിക്കാം. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണം സംഭവിക്കുന്നു, തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന BJPക്ക് ലഭിച്ചത് ലോക്സഭയിൽ 2 സീറ്റാണ്. അതായത് 1985 ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP അങ്ങേയറ്റം പരിക്ഷീണമായിരുന്നു. 2 സീറ്റ് ലോക്സഭയിൽ അവർക്ക് കിട്ടിയത്. പിന്നീട് 1985 ശേഷം നാം കാണുന്നത് എന്താണ്? 1985 മുമ്പ് 84 അവസാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 2 സീറ്റ്. 1985 ശേഷം നാം കാണുന്നത് എന്താണ്? BJP അനുക്രമം വളരാൻ തുടങ്ങി. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? 1985 സുപ്രീം കോടതി വിധി, ഞാൻ നേരത്തെ പറഞ്ഞ ഷാബാനു ബീഗം കേസിൽ വന്നപ്പോൾ അതിനെ മുസ്ലിം സമുദായത്തിൽ പ്രവർത്തിക്കുന്ന വർഗീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും ഫണ്ടമെൻ്റലിസ്റ്റ് സംഘടനകളും എങ്ങനെയാണ് സമീപിച്ചത്? ആ വിധിയെക്കുറിച്ച് അവർ പറഞ്ഞത്, അതായത് വിവാഹമോചനം ചെയ്യപ്പെട്ട മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം നൽകാൻ മുൻ ഭർത്താവിന് ബാധ്യതയുണ്ട് എന്ന വിധിയെക്കുറിച്ച് അന്നത്തെ മുസ്ലിം സംഘടനകൾ പറഞ്ഞത് ഇത് തങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ് എന്നാണ്. മാത്രവുമല്ല, മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് ഈ മുസ്ലിം വ്യക്തി നിയമം, മുസ്ലിം പേഴ്സണൽ ലോസ് അല്ലെങ്കിൽ ശരീഅത്ത് എന്ന് പറയുന്നത്. അതിൽ കൈകടത്താൻ രാജ്യത്തെ മതേതര കോടതികൾക്ക് അധികാരമില്ല എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വാദം, മുസ്ലിം സംഘടനകളുടെ വാദം. ഈ വാദം മറ്റൊരു തരത്തിൽ BJP ഏറ്റെടുത്തു 1985 തൊട്ട്. അപ്പോഴാണ് ഇവിടെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം കത്തി തുടങ്ങുന്നത്. ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രം പൊളിച്ച് ബാബറുടെ ഗവർണറായിരുന്ന മീർ ബാക്കി 1526 ഉണ്ടാക്കിയ പള്ളിയാണ്. അതുകൊണ്ട് അത് പൊളിക്കുകയും ആ സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്യണമെന്ന ആവശ്യമായിട്ട് BJP മുന്നോട്ട് വന്ന കാലമാണത്. അതിൽ കോടതി ഇടപെടാൻ തുടങ്ങിയപ്പോൾ BJPക്കാർ അന്ന് പറഞ്ഞു, മുസ്ലിം സംഘടനകൾ പറഞ്ഞതുപോലെ ഇത് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, മതവിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. രാമക്ഷേത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് രാമക്ഷേത്രം നിലനിന്ന സ്ഥലത്ത് ഉണ്ടാക്കപ്പെട്ട മുസ്ലിം ദേവാലയമാണ്. രാമൻ പിറന്ന സ്ഥലമാണത്. ഇത് തങ്ങളുടെ മതവിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഈ വിഷയത്തിൽ രാജ്യത്തെ കോടതികൾക്ക് ഇടപെടാൻ അവകാശമില്ല എന്ന വാദമാണ് ഹൈന്ദവ വലതുപക്ഷം മുന്നോട്ട് വച്ചത്. അതിനുശേഷമാണ് ഹൈന്ദവ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കൂടുതൽ വളരാൻ തുടങ്ങിയത്. 84 2 സീറ്റ്. 1997 13 ദിവസം വാജ്പേയി പ്രധാനമന്ത്രിയായി. 1998 വീണ്ടും വാജ്പേയി പ്രധാനമന്ത്രിയായി. പിന്നീട് 2004 തൊട്ട് 2014 വരെ കോൺഗ്രസ് ഭരിച്ചു എന്നത് ശരിയാണ്. 2014 വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി തനിച്ച് ഭൂരിപക്ഷം നേടി BJP അധികാരത്തിൽ വന്നു. 2019 വീണ്ടും അവിടെ ഭൂരിപക്ഷം വർദ്ധിച്ചു. 2024 തനിച്ച് ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടിയിട്ടില്ല എന്ന് ശരിയാണെങ്കിലും ഇപ്പോഴും BJP ഭരിക്കുന്നു. ഇത് സംഭവിച്ചത് എങ്ങനെയാണ്? ഇത് സംഭവിച്ചത്, എൻ്റെ അഭിപ്രായം, ഇത് സംഭവിച്ചത് 1985 ചില എങ്കിലുകളുണ്ട് ചരിത്രത്തിൽ, ചില ഈഫ്സ്, ചില എങ്കിലുകൾക്ക് പ്രസക്തിയുണ്ട് ചരിത്രത്തിൽ. 1985 ഈ ഷാബാനു ബീഗം വിധിയെ, ഏറ്റവും പുരോഗമനപരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ വിധിയെ അന്നത്തെ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾ സ്വാഗതം ചെയ്തിരുന്നുവെങ്കിൽ BJPക്ക് ഇങ്ങനെ വളരാൻ സാധിക്കുമായിരുന്നുവോ? അതല്ലെങ്കിൽ ഈ സംഘടനകളൊന്നും അതിനെ സ്വാഗതം ചെയ്യുന്നില്ല. ആ വിധി അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതൃത്വം, രാജീവ് സർക്കാർ സ്വാഗതം ചെയ്തിരുന്നുവെങ്കിൽ BJPക്ക് ഇങ്ങനെ വളരാൻ സാധിക്കുമായിരുന്നു? കോൺഗ്രസ് അങ്ങനെ ചെയ്തില്ല. കോൺഗ്രസ് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഹൈന്ദവ വലതുപക്ഷം എന്താ പറഞ്ഞത്, പ്രചരിപ്പിച്ചത്? അവർ പറഞ്ഞു, ഇവിടെ കോൺഗ്രസ് കൊണ്ട് നടക്കുന്നത് കപട മതേതരത്വമാണ്, അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം പ്രീണനമാണ്,
കാരണം സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുന്നതിന് പകരം ആ വിധിയെ മറികടക്കാൻ പുതിയ നിയമം കൊണ്ടുവരുന്നു. അതായത് കഴിഞ്ഞ 40-40 കൊല്ലമായിട്ട് ഇന്ത്യയിൽ മതേതര ഭരണം എന്ന പേരിൽ നിലനിന്ന് പോകുന്നത് ഈ കപട മതേതരത്വമാണ് എന്ന് അവർക്ക് പ്രചരിപ്പിക്കാനും ഒരുപാട് ആളുകളെ അത് വിശ്വസിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു. അങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ ഇന്നത്തെ രൂപത്തിൽ BJP വളരുമായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മതേതര ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ മതേതര ഇന്ത്യയുടെ ഭാവി മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ താരതമ്യേന അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. ഈ അവസ്ഥാവിശേഷം നിലനിൽക്കെ എങ്ങനെയാണ്, ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് വർഗീയവാദികൾ അവരുടെ ലക്ഷ്യം നേടുന്നത് എന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വർഗീയവാദികൾ ഭൂരിപക്ഷ വർഗീയവാദികളായാലും ന്യൂനപക്ഷ വർഗീയവാദികളായാലും തങ്ങളുടെ പ്രത്യയശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്ന ചില ഉപകരണങ്ങളുണ്ട്, ചില ഇൻസ്ട്രുമെൻസ് ഉണ്ട്. അതിലൊന്നാണ് ചരിത്രം, രണ്ടാമത്തേതാണ് ദേശീയത, മൂന്നാമത്തേതാണ് സംസ്കാരം. ചരിത്രത്തെ എങ്ങനെയാണ് വർഗീയവാദികൾ, ഭൂരിപക്ഷ വർഗീയവാദികളും ന്യൂനപക്ഷ വർഗീയവാദികളും ഉപയോഗപ്പെടുത്തുന്നത്? ചരിത്രത്തെ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവർ ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യയുടെ മധ്യകാല ചരിത്രത്തെയാണ്. ഇന്ത്യയുടെ മധ്യകാല ചരിത്രത്തെ മുസ്ലിം കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചു ബ്രിട്ടീഷുകാർ. ഇന്ത്യയിലെ പ്രാചീന കാലഘട്ടത്തെ ഹിന്ദു കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ ആധുനിക കാലഘട്ടത്തെ അവർ ബ്രിട്ടീഷ് കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചു. ഈ മധ്യകാലഘട്ടം, മുസ്ലിം കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ച മധ്യകാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങൾക്ക് വർഗീയ വ്യാഖ്യാനം നൽകുക എന്ന രീതിയാണ് പൊതുവിൽ എല്ലാ വർഗീയ പാർട്ടികളും സ്വീകരിച്ചത്. മധ്യകാല ഇന്ത്യയിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ക്ഷേത്രധ്വംസനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു മഹത്തായ ഭൂതകാലമുണ്ടായിരുന്നു. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഭൂതകാലമായിരുന്നു പ്രാചീന ഇന്ത്യയുടെ കാലം. അതായിരുന്നു ഹിന്ദു സമൂഹത്തിൻ്റെ സുവർണകാലം എന്ന് പറയുകയും മധ്യകാലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അതിൻ്റെ അധപ്പതനത്തിൻ്റെ കാലമാണ് എന്നും വരുത്തി തീർക്കുന്ന രൂപത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്ന രീതി ഇവിടെ ശക്തിപ്പെട്ടു. വർഗീയവാദികൾ ആ രീതിയാണ് ഉപയോഗപ്പെടുത്തിയത്. അതിനവർ മുന്നോട്ട് വെച്ച 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ മധ്യകാലഘട്ടത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്, ധ്വംസിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമാണ് മഹമ്മൂദ് ഗസ്നി എന്ന് പറയുന്ന മുസ്ലിം ആക്രമണകാരി ഇന്ത്യയിൽ വന്നു. അദ്ദേഹം സോമനാഥ ക്ഷേത്രം തകർത്തു. അതുപോലെ മറ്റു ചില മുസ്ലിം ആക്രമണകാരികളും ഇന്ത്യയിൽ വരികയും ഹിന്ദുക്കളുടെ ദേവാലയങ്ങൾ കൊള്ളയടിക്കുകയും തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ്. പക്ഷേ ഈ ചരിത്ര വസ്തുതകളെ നാം അവിടെ ഒതുക്കി മാത്രം പരിശോധിച്ചാൽ പോരാ. ഇന്ത്യയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ആക്രമണകാരികളോ രാജാക്കന്മാരുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന എന്താണ്? മഹമ്മൂദ് ഗസ്നി ഇന്ത്യയിൽ വരുന്നത് 11-ാം നൂറ്റാണ്ടിലാണ്. അതേ 11-ാം നൂറ്റാണ്ടിൽ കാശ്മീർ ഭരിച്ച ഹർഷൻ എന്ന ഹിന്ദു രാജാവ് സംഘടിതമായി ക്ഷേത്ര കൊള്ളകൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് ക്ഷേത്ര കൊള്ളകൾ നടത്താൻ ക്ഷേത്രോത്പാദന നായകൻ എന്ന പേരിൽ ഒരു മന്ത്രി പോലും ഉണ്ടായിരുന്നു, ഒരു ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നു. ക്ഷേത്രോത്പാദന നായകൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളെ തകർക്കുന്ന ഉദ്യോഗസ്ഥൻ. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെയോ മന്ത്രിയോ നിലനിർത്തിക്കൊണ്ടാണ് ഹർഷൻ എന്ന ഹിന്ദു രാജാവ് കാശ്മീർ ഭരിച്ച 11-ാം നൂറ്റാണ്ടിൽ കാശ്മീർ ഭരിച്ച ഈ ഹർഷൻ എന്ന ഹിന്ദു രാജാവ് ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചത്. ശുഭദ് വർമ്മൻ എന്ന മറ്റൊരു രാജാവ്, മുസ്ലിം അല്ല, അദ്ദേഹവും ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിരുന്നു. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെയാണ് ഒക്കെ ഈ 11-ാം നൂറ്റാണ്ടിൽ. എന്തിൻ്റെ പേരിലാണോ ഹർഷനും ശുഭദ് വർമ്മനും ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചത്, അതിൻ്റെ പേരിൽ തന്നെയായിരുന്നു മഹമ്മൂദ് ഗസ്നി തൊട്ടുള്ള മുസ്ലിം ആക്രമണകാരികളും ക്ഷേത്രങ്ങൾ തകർക്കുകയോ കൊള്ളയടിക്കുകയോ ധ്വംസിക്കുകയോ ഒക്കെ ചെയ്തത്. അവിടെ ഹർഷൻ്റെ ലക്ഷ്യം മതപരമായിരുന്നില്ലാത്തതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യുമ്പോൾ ഹർഷൻ്റെ ലക്ഷ്യം മതപരമായിരുന്നിട്ടില്ലാത്തതുപോലെ ഗസ്നി ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെയും ലക്ഷ്യം മതപരമായിരുന്നില്ല, മറിച്ച് സാമ്പത്തികമായിരുന്നു.
ഈ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അക്കാലത്തും ഇക്കാലത്തും ധനത്തിൻ്റെ, സ്വത്തിൻ്റെ ഒക്കെ കേന്ദ്രങ്ങളാണ്. ഈ ധനം അപഹരിക്കുക അല്ലെങ്കിൽ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന രാജാക്കന്മാരും ആക്രമണകാരികളൊക്കെ ക്ഷേത്രകൊള്ളകൾ നടത്തിയത്. അതിനെ അങ്ങനെ കാണുന്നതിന് പകരം മതതാൽപര്യത്തിൻ്റെ പേരിലാണ് ക്ഷേത്രധ്വംസനം മഹമ്മൂദ് ഗസ്നി നടത്തിയത് എന്ന് പറയുമ്പോൾ അവിടെ വർഗീയത വളരുന്നു, മതസ്പർദ്ധയുണ്ടാകുന്നു. അതൊരു ഉദാഹരണം. അതുപോലെ മറ്റൊന്ന് സാധാരണ പറഞ്ഞു വരുന്ന ചരിത്രം മുന്നോട്ട് വെച്ച് പറയുന്നു വരുന്നത്, ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മധ്യകാല ഇന്ത്യയിലാണല്ലോ മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത്. അവർ വരുന്നത് 712 സിന്ധ് ആക്രമിച്ചു എന്നൊക്കെ. അതിനുശേഷം പിന്നീട് 10-12 നൂറ്റാണ്ടുകളിലൊക്കെയാണ് ഇവിടെ മുസ്ലിങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. ഈ മുസ്ലിങ്ങളൊക്കെ ഇന്ത്യയിൽ പരസ്പരം ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചു. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ശക്തി ആർജിക്കാൻ കഴിഞ്ഞു. അപ്പുറത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനെയും ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ പറയുന്നവരുമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതാണോ? മറ്റെല്ലാ സമൂഹങ്ങളിലും പോലെ മുസ്ലിം സമൂഹത്തിലും വൈരുദ്ധ്യങ്ങളുണ്ട്. മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ അത് വൈരുദ്ധ്യങ്ങളില്ലാത്ത ഒരേ ലക്ഷ്യത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി നിലനിൽക്കുന്ന ഒരു സമൂഹമല്ല, സമുദായമല്ല. ഹിന്ദുക്കളെപ്പോലെ തന്നെ അല്ലെങ്കിൽ ക്രൈസ്തവരെ പോലെ തന്നെ അവർക്കുമുണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ താല്പര്യങ്ങളും. 1206 തൊട്ട് 1526 വരെ ഡൽഹി കേന്ദ്രമായിട്ട് നമ്മുടെ ഉത്തരേന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ഡൽഹി സുൽത്താൻമാർ എന്നറിയപ്പെടുന്ന മുസ്ലിം രാജാക്കന്മാരാണ്. ഡൽഹി സൾട്ടനറ്റ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്ന ആ ഡൽഹി സുൽത്താൻമാർ, അവർ 320 വർഷം ഡൽഹി കേന്ദ്രമായിക്കൊണ്ട് ഉത്തരേന്ത്യ ഭരിച്ചിരുന്നു. ഡൽഹി സുൽത്താൻമാർ. ഈ ഡൽഹി സുൽത്താൻമാരിൽ 5 വംശങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ വംശം മംലൂക്ക് വംശമാണ്, മുസ്ലിങ്ങളാണ്. മംലൂക്ക് വംശം വന്നു. ആ മംലൂക്ക് വംശത്തെ മറ്റൊരു മുസ്ലിം വംശമായ ഖിൽജി വംശം യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു. എന്നിട്ട് ഖിൽജി വംശം അധികാരത്തിൽ വരുന്നു. ഈ ഖിൽജി മുസ്ലിം വംശത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് തുഗ്ലക് മുസ്ലിം വംശം അധികാരത്തിൽ വരുന്നത്. തുഗ്ലക് വംശത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് സയ്യിദുകൾ എന്നറിയപ്പെടുന്ന മുസ്ലിം സുൽത്താൻ വംശം അധികാരത്തിൽ വരുന്നത്. സയ്യിദുകൾ എന്ന മുസ്ലിം സുൽത്താൻ വംശത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ലോഡി വംശം അധികാരത്തിൽ വരുന്നത്. അവർ മുസ്ലിങ്ങളാണ്. അതായത് അധികാരത്തിന് വേണ്ടി പരസ്പരം യുദ്ധം ചെയ്യുകയായിരുന്നു ഈ മുസ്ലിം രാജാക്കന്മാർ. ആ ലോഡി വംശത്തിലെ അവസാനത്തെ സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോഡി എന്ന മുസ്ലിം ഡൽഹി സുൽത്താൻ ആയിരിക്കെയാണ് 1526 ബാബർ എന്ന മറ്റൊരു മുസ്ലിം ആക്രമണകാരി ഇന്ത്യയിൽ വരികയും പാനിപ്പത്ത് എന്ന സ്ഥലത്ത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം 1526 നടന്ന യുദ്ധത്തിൽ ഇബ്രാഹിം ലോഡിയെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും അധികാരം കൈയടക്കുകയും ചെയ്യുന്നത്. അതായത് ബാബർ എന്ന മുസ്ലിം തോൽപ്പിക്കുന്നത് ഇബ്രാഹിം ലോഡി എന്ന മുസ്ലിം രാജാവിനെയാണ്. ഇബ്രാഹിം എന്ന മുസ്ലിം രാജാവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ബാബർ എന്ന മുസ്ലിം ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് അസ്ഥിവാരമിടുന്നത്. അവിടെയൊന്നും നമ്മൾ മുസ്ലിം ഐക്യം കാണുന്നില്ല. ഇത് തന്നെയാണ് ഹിന്ദുക്കളുടെയും അവസ്ഥ, ഹിന്ദു രാജാക്കന്മാരുടെയും അവസ്ഥ. അശോക ദ ഗ്രേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. മഹാനായ അശോകൻ, മഹാനായ അശോക ചക്രവർത്തി യുദ്ധം ചെയ്തു കലിംഗയിലെ ഹിന്ദു രാജാവിനോട്. ആ യുദ്ധത്തിൽ അദ്ദേഹം കണ്ട കഷ്ടപ്പാടുകൾ, അദ്ദേഹം കണ്ട ജഡങ്ങൾ, ചോരപ്പുഴ ഒക്കെ കണ്ടിട്ടാണ് അശോകൻ ഹിന്ദുമതം ഉപേക്ഷിച്ച് അഹിംസയുടെ മതമായ ബുദ്ധമതത്തിലേക്ക് പോയി എന്ന് പറയുന്നത്. ഈ അശോക ചക്രവർത്തി ഹിന്ദുവായിരുന്നു. യുദ്ധം ചെയ്ത ആരോടാ? കലിംഗയിലെ ഹിന്ദു രാജാവിനോട്. അശോക ചക്രവർത്തി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവും പിതാമഹനും കലിംഗയിൽ അദ്ദേഹം യുദ്ധം ചെയ്ത രാജാവിൻ്റെ പിതാവിനോടും പിതാമഹനോടും യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഈ രാജാക്കന്മാർക്ക് മതമല്ല പ്രശ്നം, അധികാരമാണ്, സാമ്രാജ്യത്വ വികസനമാണ്. അതിനുവേണ്ടി അവർ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ചരിത്രത്തെ കാണുന്നതിന് പകരം ചരിത്രത്തിന് വർഗീയ വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ്, അതിൽ ചരിത്രത്തെ തന്നെ ഒരു വർഗീയ പ്രത്യയശാസ്ത്രമാക്കിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വർഗീയ പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിച്ചു പോന്നിരുന്നത്. രണ്ടാമത്തെ ഉപകരണം, സമയം വൈകുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ അവരുപയോഗിക്കുന്ന രണ്ടാമത്തെ ഉപകരണം, ഞാൻ 3 ഉപകരണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് ചരിത്രം, രണ്ടാമത്തെ ദേശീയതയാണ്. ദേശീയത എന്നത് നെഹ്റു ആയാലും അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആൾക്കാർ, അത് മഹാത്മാഗാന്ധി ആയാലും ബാക്കി മറ്റുള്ള നേതാക്കന്മാരായാലും, അവരൊക്കെ ഇന്ത്യൻ ദേശീയതയെ കണ്ടത് എങ്ങനെയാണ്? അവർ ഇന്ത്യൻ ദേശീയതയെ കണ്ടത് കോമ്പസിറ്റ് നാഷണലിസം എന്ന നിലയിലാണ്. സങ്കര ദേശീയത.
ഇന്ത്യയിലുള്ളത് സങ്കര ദേശീയതയാണ്, കോമ്പസിറ്റ് നാഷണലിസമാണ്. അതായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ദേശീയ നേതാക്കന്മാരുടെ പൊതുവെയുള്ള കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് ഭിന്നമായിട്ട് ഇന്ത്യൻ ദേശീയത സമം ഹിന്ദു ദേശീയത എന്ന് കാണുന്നവരുണ്ട്. അതായത് അവർ ദേശീയതയെ മതാത്മകമായി കാണുന്നു. ദേശീയതയെ മതേതരമായി കാണുന്നതിന് പകരം ദേശീയതയെ മതാത്മകമായി കാണുന്നു. റിലീജിയസ് നാഷണലിസമാണ് ഹൈന്ദവ വലതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ മുസ്ലിം വലതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ളതും റിലീജിയസ് നാഷണലിസമാണ്. ജിന്ന പറഞ്ഞത് എന്താണ്? 1947 ഇന്ത്യ വിഭജിക്കപ്പെടാൻ പോകുന്നു എന്ന് വന്നപ്പോൾ ജിന്ന അന്ന് പറഞ്ഞത് 7 നൂറ്റാണ്ടോളം കാലം ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം കൈയടക്കിയത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ടുപോകുമ്പോൾ അവർക്ക് നൽകണം, മുസ്ലിങ്ങൾക്ക് നൽകണം ഇന്ത്യയുടെ ഭരണാധികാരം. മാത്രവുമല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരു പ്രത്യേക ദേശീയതയാണ്, ഒരു പ്രത്യേക രാഷ്ട്രമാണ്. ഹിന്ദുക്കൾ മറ്റൊരു ദേശീയതയാണ്, മറ്റൊരു രാഷ്ട്രമാണ്. അതാണല്ലോ ദുരാഷ്ട്രവാദം. ജിന്ന മുന്നോട്ട് വെച്ച ദുരാഷ്ട്രവാദം. ജിന്ന ദുരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ VD സവർക്കർ ഇതേ വാദം ഉന്നയിച്ചിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 രാഷ്ട്രങ്ങളാണ് എന്ന വാദം. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ദേശീയതയെ മതാത്മകമായി കാണുന്ന രീതി റിലീജിയസ് നാഷണലിസം അല്ല യാഥാർത്ഥ്യം എന്നതാണ് ശരിയായ വസ്തുത. നാഷണലിസം സെക്യുലറാണ്, സെക്യുലർ നാഷണലിസമാണ്. ഇന്ത്യൻ ദേശീയത എന്ന് പറയുമ്പോൾ അതിൽ ഹിന്ദു ദേശീയതയുടെ അംശമുണ്ട്, മുസ്ലിം ദേശീയതയുടെ അംശമുണ്ട്, സിഖ് ദേശീയതയുണ്ട്, ക്രൈസ്തവ ദേശീയതയുണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്ന ഒന്നിനെയാണ് ഇന്ത്യൻ ദേശീയത എന്ന് വ്യവഹരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യൻ ദേശീയത ഈസ് കോമ്പസിറ്റ് നാഷണലിസമാണ് നമുക്കുള്ളത്. അതിനെ അങ്ങനെ കാണാതെ ഇന്ത്യൻ ദേശീയത സമം ഹിന്ദു ദേശീയത, ഹിന്ദു ദേശീയതയ്ക്ക് പുറത്തുള്ളവർ പുറത്താകണം എന്ന കാഴ്ചപ്പാട്. അവിടെ നിന്നാണ് സാംസ്കാരിക ദേശീയത എന്ന ആശയം നാം എടുക്കുന്നത്. കൾച്ചറൽ നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറഞ്ഞാൽ ദേശത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ നിൽക്കുന്നതാകണം സംസ്കാരം. കൾച്ചറൽ നാഷണലിസം അതാണ്. ദേശത്തിൻ്റെ അതിരുകൾ, ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ നിൽക്കുന്നതാകണം സംസ്കാരം. ആ അതിരുകൾക്ക് വെളിയിൽ നിന്ന് വന്ന വല്ല സംസ്കാരവും ഇന്ത്യ എന്ന രാജ്യത്തുണ്ടെങ്കിൽ അത് പുറന്തള്ളപ്പെടണം. അതായത് എക്സ്ക്ലൂഷണറി നാഷണലിസമാണത്, ഇൻക്ലൂഷണറി അല്ല. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ദേശീയതയല്ല, അത് പുറന്തള്ളുന്ന ദേശീയതയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക് കൾച്ചറലിസം എന്നൊരു കൺസെപ്റ്റ് മുസ്ലിം വലതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ മുന്നോട്ട് വെക്കുന്നതാണത്. മുസ്ലിം വർഗീയ പ്രസ്ഥാനങ്ങളും മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റ് പ്രസ്ഥാനങ്ങളും. ഇസ്ലാമിക് കൾച്ചറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരത്തിൻ്റെ അതിര് മതത്തിൻ്റെ അതിരിന് ഒപ്പം നിൽക്കണം. പറഞ്ഞതിനെന്താ അർത്ഥം? അങ്ങനെ പറഞ്ഞാൽ അർത്ഥം ലോകത്തുള്ള മുസ്ലിങ്ങൾക്കൊക്കെ ഒരു സംസ്കാരമുണ്ട്. അവർ ജീവിക്കുന്ന ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും അമേരിക്കയിലായാലും റഷ്യയിലായാലും ചൈനയിലായാലും ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് ഒരു സംസ്കാരമാണുള്ളത്, ഇസ്ലാമിക സംസ്കാരം. രാജ്യവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തിക്കൂടാ. ആ സംസ്കാരത്തിനകത്താണ് അവർ ജീവിക്കുന്ന. ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ ആഫ്രിക്കയിലാണെങ്കിലും ആ സംസ്കാരത്തിനകത്താണ് അവർ നിൽക്കേണ്ടത്, രാജ്യത്തിൻ്റെ സംസ്കാരത്തിനകത്തല്ല. ഇതും എക്സ്ക്ലൂഷണറിയാണ്. ഇൻക്ലൂസീവ് കൾച്ചറും ഇൻക്ലൂസീവ് നാഷണലിസവും അല്ല ഒരു വർഗീയ പ്രസ്ഥാനവും മുന്നോട്ട് വെക്കുന്നത്. ഇനി ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഫാഷിസ്റ്റ് പ്രവണത വളരുന്നു എന്നത് ദീർഘകാലമായി നമ്മൾ കേൾക്കുന്ന വാദമാണ്. ഫാഷിസ്റ്റ് പ്രവണത വളരുന്നുണ്ട് എന്നത് തീർച്ചയായും അനിഷേധ്യമായ വസ്തുതയുമാണ്. പക്ഷേ ഈ ഫാഷിസ്റ്റ് പ്രവണത ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽ ഒതുങ്ങുന്നതാണ് എന്ന് പറയുമ്പോൾ ശരിയാണോ? ഫാഷിസ്റ്റ് പ്രവണത ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽ മാത്രമാണോ കാണുന്നത്? അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമാണോ നമ്മൾ കാണുന്നത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫാഷിസ്റ്റ് പ്രവണത രാജ്യത്ത് കുറച്ചു കാലമായിട്ട് വളരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും പോകാൻ സമയമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയം മാത്രം നമുക്കെടുക്കാം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയത്തിൽ ഫാഷിസ്റ്റ് പ്രവണത നമ്മൾ ഭൂരിപക്ഷ സമുദായത്തിനകത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾക്കുള്ളിലും ന്യൂനപക്ഷ സമുദായങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾക്കുള്ളിലും കണ്ടിട്ടുണ്ട്. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ എടുത്തു പറയപ്പെടുന്ന ഉദാഹരണങ്ങളിൽ ഒന്നാണ് നരേന്ദ്ര ദബോൽക്കർ 2013
മഹാരാഷ്ട്രക്കാരനാണ്, കൊല്ലപ്പെട്ടു. നരേന്ദ്ര ധബോൽക്കറെ കൊന്നത് ഹൈന്ദവ വലതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദികളാണ്. ഹൈന്ദവ തീവ്രവാദികളാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അദ്ദേഹം ഹിന്ദുവായിരുന്നു. ഹിന്ദു സമൂഹത്തിന് അദ്ദേഹം യുക്തിവാദിയായിരുന്നു, റേഷണലിസ്റ്റായിരുന്നു, മതപരിഷ്കരണവാദിയായിരുന്നു. ഹിന്ദു സമുദായത്തിനകത്ത് സാമുദായിക പരിഷ്കരണം വേണമെന്ന ആവശ്യം ഉന്നയിച്ച ആളാണ്. ഹിന്ദു റേഷണലിസ്റ്റാണ്. ആ നിലയ്ക്ക് തന്നെ ഹൈന്ദവ വലതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്ക് അദ്ദേഹം കണ്ണിലെ കരടായിരുന്നു. അങ്ങനെ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടു. ദഭോൽക്കർ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ കർണാടകത്തിലെ എം കൽബുർഗി എന്ന സാഹിത്യകാരൻ പ്രൊഫസർ കൽബുർഗി കൊല്ലപ്പെടുന്നത്. 2016 തോന്നുന്നു. അതേ കാലത്താണ് ഗോവിന്ദ് പൻസരെ എന്ന മഹാരാഷ്ട്രയിലെ തന്നെ പൂനെയിലെ തന്നെ ഗോവിന്ദ് പൻസരെ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം. ഇതുപോലെ ഈ നരേന്ദ്ര ധബോൽക്കറെ പോലെ തന്നെ റേഷണലിസ്റ്റായിരുന്നു. ഹിന്ദുക്കൾക്കിടയിൽ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ആളായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടു. ഗൗരി ലങ്കേഷ് എന്ന ബാംഗ്ലൂരിലെ പത്രപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇവരൊക്കെ കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഹൈന്ദവ പക്ഷത്തുള്ള തീവ്രവാദികളാണ് എന്നത് ഏറെക്കുറെ അന്ന് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. ആ കാലത്ത് നമ്മുടെ നാട്ടിലും കേരളത്തിലും പുറത്തുമൊക്കെ സെക്യുലർ പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾ പലരും രംഗത്ത് വന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അനുകൂലമായിട്ട്. അതായത് നരേന്ദ്ര ധബോൽക്കർക്ക് വേണ്ടി സംസാരിക്കാൻ, എം കൽബുർഗിക്ക് വേണ്ടി സംസാരിക്കാൻ, ഗോവിന്ദ് പൻസരയ്ക്ക് വേണ്ടി സംസാരിക്കാൻ, ഗൗരി ലങ്കേഷിന് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി സെക്യുലർ പാർട്ടി നേതാക്കന്മാർ രംഗത്ത് വന്നു. അങ്ങനെ രംഗത്ത് വരണം. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ്. അവിടെ എഴുത്തിനോട്, അവിടെ പ്രസംഗത്തോട്, അവിടെ വീക്ഷണങ്ങളോട് യോജിപ്പില്ലാത്തവർ അവരെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. നമ്മുടെ രാജ്യം ബഹുസ്വരമാണ്, ബഹുസ്വരതയിൽ അധിഷ്ഠിതമാണ്. ബഹുസ്വരത എന്ന് പറയുന്നത് എന്താണ്? ഏകസ്വരത എന്ന് പറയുന്നത് ഫാഷിസ്റ്റാണ്. ഒരു ശബ്ദം മാത്രം ശരി, ഒരു വീക്ഷണം മാത്രം ശരി എന്നത് ഫാഷിസ്റ്റ് വീക്ഷണം, ഫാഷിസ്റ്റ് രീതിയാണ്. ബഹുസ്വരത എന്ന് പറഞ്ഞാൽ എല്ലാ സ്വരങ്ങൾക്കും എല്ലാ വീക്ഷണങ്ങൾക്കും ഇടമുള്ള അവസ്ഥയാണ്. അതാണ് ഡെമോക്രാറ്റിക്. ആ ഡെമോക്രാറ്റിക് അവസ്ഥയ്ക്ക് എതിരാണ് ഈ പറയുന്ന ഏകസ്വരതയുടെ രീതി. അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരെ കൊലപ്പെടുത്തുക, അതാണ് അവിടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവരോട് ഐക്യദാർഢ്യപ്പെടാൻ പൻസരയോട്, ഗൗരി ലങ്കേഷിനോട്, കൽബുർഗിയോട്, നരേന്ദ്ര ധബോൽക്കറോട് ഐക്യപ്പെടാൻ തീർച്ചയായും സെക്യുലർ പക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാരും പാർട്ടികളും വരണം. എന്നാൽ അതുപോലെ തന്നെ ഇവിടെ കൊല്ലപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്ത വേറെ ചില ആളുകളുണ്ട്. അവരോടും വേണം ഈ ഐക്യദാർഢ്യം. അവർക്കെതിരെ പ്രവർത്തിച്ചത് ഇസ്ലാമിക മുസ്ലിം വലതുപക്ഷത്തുള്ള ചില തീവ്രവാദികളും ദുശക്തികളുമാണ്. ഉദാഹരണത്തിന് 1993 മൗലവി ചേകന്നൂർ കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങൾക്കിടയിലെ പരിഷ്കരണവാദിയായിരുന്ന ഒരു മതപണ്ഡിതനായിരുന്നു ചേകന്നൂർ മൗലവി. അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തി കൊല ചെയ്തു. മുസ്ലിം തീവ്രവാദികളായിരുന്നു പിന്നിൽ. അത് കഴിഞ്ഞ് 2017 കോയമ്പത്തൂരിൽ എച്ച് ഫാറൂഖ് എന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുക്തിവാദി കൊല്ലപ്പെട്ടു. കൊലയ്ക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് അതിനെതിരെ വന്ന കേസുകളിലും പത്രറിപ്പോർട്ടിലൊക്കെ വ്യക്തമായിരുന്നു. മുസ്ലിം തീവ്രവാദികളാണ് കൊന്നത്. അതുപോലെ 2011 നമ്മുടെ കേരളത്തിൽ തൊടുപുഴ ന്യൂമൻ കോളേജിൽ മലയാളം പ്രൊഫസറായിരുന്ന ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റി പിന്നിൽ പ്രവർത്തിച്ച മുസ്ലിം തീവ്രവാദികളായിരുന്നു. കൽബുർഗിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവർ, പൻസരയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവർ, അതുപോലെ നരേന്ദ്ര ധബോൽക്കറോടും ഗൗരിയോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവർ ചേകന്നൂർ മൗലിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മുന്നോട്ട് വന്നോ? ഫാറൂഖിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മുന്നോട്ട് വന്നോ? ഗൗരി ലങ്കേഷ് എന്ന ആ ഒരു സാധനം നെഞ്ചത്ത് വെച്ച് നടന്നിരുന്നു നമ്മുടെ നാട്ടിൽ സെക്യുലർ പാർട്ടിയിലെ ചില ആളുകളൊക്കെ. അവരെന്തുകൊണ്ടാണ് ഫാറൂഖ് എന്ന ഒരു ലേബൽ ഇവിടെ ഒട്ടിച്ച് നടക്കാതിരുന്നത്? കാരണം അപ്പുറത്ത് ഫാറൂഖിനെ കൊന്നതും മൗലവി ചേകനൂരിനെ കൊന്നതും ജോസഫിൻ്റെ കൈവെട്ടിയതും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള തീവ്രവാദികളായിരുന്നു. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഫാഷിസ്റ്റ് പ്രവണതകൾ കാണാതിരിക്കുകയും മറ്റേ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഫാഷിസ്റ്റ് പ്രവണതകൾ മാത്രം കാണുകയും ചെയ്യുന്ന രീതി
ഫാഷിസത്തെ എതിർക്കുന്ന രീതിയല്ല, അത് ഫാഷിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ്. അവിടെ മാത്രമല്ല നാം അത് കാണുന്നത്. ഇവിടെ ഗുലാം അലി എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി ഗായകൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ ബോംബെയിലേക്ക് ക്ഷണിച്ചു, അതുപോലെ ഡൽഹിയിലേക്കും ക്ഷണിച്ചു. പാകിസ്ഥാനി ഗായകനാണ്. ഗാനത്തിന്, സംഗീതത്തിന് മതമില്ല, രാഷ്ട്രമില്ല, ദേശമില്ല. ഈ മതത്തെയും രാഷ്ട്രത്തെയും ദേശത്തെയും വംശത്തെയും ഒക്കെ അതിവർത്തിക്കുന്ന ഒന്നാണ് സംഗീതം. അതുകൊണ്ടാണ് പാകിസ്ഥാനി ഗായകൻ ഗുലാം അലി ഇങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടത്. ആദ്യം അദ്ദേഹം മുംബൈയിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ ശിവസേനക്കാർ പറഞ്ഞു ഗുലാം അലി എന്ന പാകിസ്ഥാനി ഗായകനെ ഇവിടെ പാടാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന്. ഡൽഹിയിലും ഇതുപോലെ തന്നെ ഹൈന്ദവ വലതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറഞ്ഞു ഗുലാം അലി എന്ന പാകിസ്ഥാനി ഗായകനെ ഇവിടെ പാടാൻ അനുവദിക്കുകയില്ല എന്ന്. അപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ, നമ്മൾ ഉത്ബുദ്ധമാണല്ലോ കേരളം, ഈ ഉത്ബുദ്ധ കേരളത്തിലെ ചില മതേതര ബുദ്ധിജീവികളും മതേതര പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും അവിടെ പാടാൻ, മുംബൈയിലും ഡൽഹിയിലും പാടാൻ ഗുലാം അലിയെ സമ്മതിക്കുകയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു, നമ്മുടെ ഈ കോഴിക്കോട്ടും കൊണ്ടുവന്നു. ഗുലാം അലി ഇവിടെ കോഴിക്കോട്ടും പാടി, തിരുവനന്തപുരത്തും പാടി. എന്നാൽ മലാല യൂസുഫ്സായി എന്നൊരു പെൺകുട്ടിയുണ്ട്. മലാല യൂസുഫ്സായി ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. ഒരു 10 വർഷം മുമ്പ് ആ കുട്ടിക്ക് 12-13 വയസ്സ്, കഷ്ടിച്ച് 12-13 വയസ്സ് മാത്രമുള്ളപ്പോൾ പാകിസ്ഥാനിലെ സ്വാത്ത് താഴ്വരയിൽ വെച്ച് ആ കുട്ടി അവിടുത്തെ മുസ്ലിം തീവ്രവാദികളാൽ ആക്രമിക്കപ്പെട്ടു. ആ പെൺകുട്ടി ചെയ്ത തെറ്റെന്താണ്? തൻ്റെ പ്രദേശത്തുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കപ്പെടണം. അവിടെ മുസ്ലിം പ്രദേശമാണ്, അവിടെ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പാടില്ല എന്ന നിലപാടെടുത്തു ഈ മുസ്ലിം തീവ്രവാദികൾ. അവിടെ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ മുസ്ലിം തീവ്രവാദികൾ ഈ സ്വാത്ത് താഴ്വരയിലെ ഈ മലാല യൂസുഫ്സായി എന്ന പെൺകുട്ടിയെ വെടിവെച്ചത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, തലനാരിഴ കൊണ്ട് രക്ഷപ്പെട്ടു. ലണ്ടനിൽ പോയി ചികിത്സിച്ചു, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ആ മലാല യൂസുഫ്സായിയെ നമ്മുടെ ഇന്ത്യയിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ ഏതെങ്കിലും മതേതര പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടായോ? അതുപോലെ റുഷ്ദി, സറ്റാനിക് വേഴ്സസ് എഴുതിയ റുഷ്ദി 1988 സറ്റാനിക് വേഴ്സസ് പുറത്തു വന്നു. 88 പുറത്തു വന്നപ്പോൾ ഖൊമേനി പോലും ആ നോവൽ നിരോധിക്കുന്നതിന് മുമ്പ്, ഖൊമേനി ആ നോവൽ നിരോധിക്കുന്നത് 1989 88 സറ്റാനിക് വേഴ്സസ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആ നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആ വർഷം, ആ മാസം തന്നെ ഇന്ത്യയിലെ നിരോധിക്കപ്പെട്ടു. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായി ഇന്ത്യ ഗവൺമെൻറ്, അന്ന് രാജീവ് സർക്കാരാണ്, അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തങ്ങൾ ഇവിടെ ഈ പറയുന്ന സൽമാൻ റുഷ്ദിയെ കൊണ്ടുവരുമെന്ന് 88 പറയണ്ട, 98 പറയണ്ട, 2008 പറയാൻ നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടികൾക്ക് സാധിച്ചോ? ഇല്ല. ഗുലാം അലിയെ അവർ കൊണ്ടുവന്നു. കാരണം ഗുലാം അലി എതിർക്കുന്നത് ഹൈന്ദവ തീവ്രവാദികളാണ്. ഈ റുഷ്ദിയെ എതിർക്കുന്നത്, അല്ലെങ്കിൽ തസ്ലിമ നസ്രീനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ മലാല യൂസുഫ്സായി എതിർക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണ്. മുസ്ലിം തീവ്രവാദികളാൽ എതിർക്കപ്പെടുന്ന എഴുത്തുകാരെയോ കലാകാരന്മാരെയോ അല്ലെങ്കിൽ അതുപോലുള്ള സാമൂഹിക പ്രവർത്തകന്മാരെയോ ഒന്നും ക്ഷണിക്കാൻ നമ്മുടെ നാട്ടിലെ മതേതരവാദികൾക്ക് നാവുങ്ങുന്നില്ല. ഇത് ഇരട്ടത്തപ്പാണ്. ഇപ്പോൾ ഇന്ത്യ, മതേതര ഇന്ത്യ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ഭരണഘടനയിലെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു, നമ്മുടെ മതേതര പാർട്ടികളുടെ അവസ്ഥ ഞാൻ പറഞ്ഞു. ഞാൻ മതേതര പാർട്ടികൾ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മതേതര പാർട്ടികളെ, ആ മതേതര പാർട്ടികൾ എന്നിവ, ഒന്നാമത്തെ മതേതര പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതാണ് ഏറ്റവും വലിയ മതേതര പാർട്ടി. അതുപോലെ ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും കോൺഗ്രസ്സിലും പെടാത്ത വേറെ സെക്യുലർ പാർട്ടികളുമുണ്ട്. ഞാൻ ഈ സെക്യുലർ പാർട്ടികളെ വിളിക്കുക അർദ്ധവർഗീയ പാർട്ടികളെന്നാണ്. പൂർണ്ണാർത്ഥത്തിൽ സെക്യുലർ പാർട്ടികളായിട്ടല്ല ഇന്ന് പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടത് അധികാരം മാത്രമാണ്. അധികാരത്തിന് വേണ്ടി വർഗീയതയെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷം ഏത് വർഗീയതയാണോ പ്രീതിപ്പെടുത്താൻ കഴിയുക ആ വർഗീയതയെ പ്രീതിപ്പെടുത്തുക എന്ന നയമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് വർഗീയതയെ പ്രീതിപ്പെടുത്തുന്ന ഏത് സെക്യുലർ പാർട്ടിയും സമ്പൂർണ്ണാർത്ഥത്തിൽ സെക്യുലർ പാർട്ടിയല്ല, അത് സെമി സെക്യുലർ പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ സെക്യുലർ പാർട്ടികൾ അർദ്ധവർഗീയ പാർട്ടികളാണ്. അവർ സെമി കമ്മ്യൂണലാണ്. സെമി സെക്യുലർ ആൻഡ് സെമി കമ്മ്യൂണൽ, അർദ്ധവർഗീയ പാർട്ടികളാണ്. ഈ അവസ്ഥയിൽ നിന്ന് സെക്യുലർ പാർട്ടികൾ മാറണം. സെക്യുലർ പാർട്ടികൾക്ക് മാത്രമേ സെക്യുലർ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതിനോട്
പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാനും സാധിക്കൂ. ആ നിലയിലേക്ക് ഇന്ത്യ മാറണം. ഇന്ത്യ മാറിയിട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് നഷ്ടപ്പെടും. ഇന്ത്യയുടെ നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്ന, ആമുഖത്തിൽ പറയുന്ന, ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന ആ വിശേഷണം നമുക്ക് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടാൻ നോക്കണമെങ്കിൽ നമുക്ക് ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ടെന്നും നമുക്ക് ഒരൊറ്റ വിശുദ്ധ ഗ്രന്ഥമേ ഉള്ളൂവെന്നും നമുക്ക് ഒരൊറ്റ ഹോളി ബുക്ക് മാത്രമേ ഉള്ളൂവെന്നും നമ്മുടെ സെക്യുലർ പാർട്ടികളും മതേതരത്വത്തോടൊപ്പം നിൽക്കുന്ന ആളുകളും മനസ്സിലാക്കണം. ആ ഒരൊറ്റ വിശുദ്ധ പുസ്തകമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ നിന്ന് സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ രണ്ട് പദങ്ങൾ നീക്കം ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സ്വകാര്യ ബില്ലുകൾ പാർലമെൻറ്റിൽ വരികയുണ്ടായി. സുബ്രഹ്മണ്യം സ്വാമിയെപ്പോലുള്ള നേതാക്കന്മാർ സെക്യുലർ എന്ന പദം എടുത്തു കളയണമെന്ന് 2020 ആവശ്യപ്പെട്ടു. ഭരണഘടന തന്നെ അടിമുടി പൊളിച്ചെഴുതണം എന്നാവശ്യപ്പെടുന്നവരും ഇന്ന് രാജ്യത്തുണ്ട്. ഇന്ത്യയിലെ ഭരണഘടന 1950 ജനുവരി 26 നാം അംഗീകരിച്ച ഭരണഘടന ആ രൂപത്തിൽ പൊളിച്ചെഴുതപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ആമുഖത്തിൽ നിന്ന് സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങളും ഡെമോക്രാറ്റിക് എന്ന പദവും ഒക്കെ ഒഴിച്ച് മാറ്റി കളയുകയാണെങ്കിൽ പിന്നെ നമുക്ക് മതേതര ഇന്ത്യ എന്ന രൂപത്തിൽ നിലനിൽക്കാനാവില്ല. അങ്ങനെ ഒരു മാറ്റം സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ഇപ്പോൾ ഇവിടെ വളർന്നു വരുന്നത് എന്ത് ഡെമോക്രസിയാണ്? സെക്യുലർ ഡെമോക്രസിയെക്കുറിച്ചാണ് നെഹ്റു പ്രസംഗിച്ചിരുന്നത്, എഴുതിയിരുന്നത്. നെഹ്റുവിന് ശേഷമുള്ള നേതാക്കന്മാരും ഒക്കെ സെക്യുലർ ഡെമോക്രസിയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് കഴിഞ്ഞ 10 വർഷമെങ്കിലുമായിട്ട്, അല്ലെങ്കിൽ 10-15 വർഷമായിട്ട് ഇന്ത്യയിൽ വളർന്നു വരുന്നത് ഇസ്രായേലി സോഷ്യലിസ്റ്റായ സാമി സ്മൂഹ പറയുന്ന എത്നിക് ഡെമോക്രസിയാണ്. എത്നിക് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വംശീയ ജനാധിപത്യം എന്ന് പറയാം. വംശീയ ജനാധിപത്യം എന്ന ആ പ്രയോഗത്തിൽ ജനാധിപത്യമുണ്ടെങ്കിലും സത്തയിൽ എത്നിക് ഡെമോക്രസി അല്ല. ഇസ്രായേലി സോഷ്യോളജിസ്റ്റ് സാമി സ്മൂഹ പറയുന്നത് ഇസ്രായേലിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നത് എത്നിക് ഡെമോക്രസിയാണ്, വംശീയ ജനാധിപത്യമാണ്. വംശീയ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു ഖോർ എത്നിക് ഗ്രൂപ്പിനെ കാണുന്നു, ഒരു ഖോർ വംശത്തെ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഖോർ മതത്തെ കാണുന്നു. ഭൂരിപക്ഷ മതം, ഭൂരിപക്ഷ വംശം. ഇസ്രായേലിൽ ഭൂരിപക്ഷ വംശം അല്ലെങ്കിൽ ഭൂരിപക്ഷ മതം എന്ന് പറയുന്നത് ജൂതമതമാണ്. ആ ജൂതമതത്തിനകത്തുള്ളവർക്ക് മാത്രമേ അവിടെ വോട്ടവകാശമുണ്ടാവൂ, പൗരാവകാശമുണ്ടാവൂ എന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള മാറ്റങ്ങളാണ് ഇറാനിൽ നമ്മൾ കാണുന്നത്, തുർക്കിയിൽ കാണുന്നത്, അഫ്ഗാനിസ്ഥാനിൽ കാണുന്നത്. ഇന്ത്യയും പതുക്കെ എത്നിക് ഡെമോക്രസിയിലേക്ക് നടന്നെടുക്കുന്നു എന്ന തോന്നൽ, ധാരണ ഇപ്പോൾ പൊതുവെയുണ്ട്. കാരണം ഒരു ഭൂരിപക്ഷ മതം, ആ മതമാണ് രാജ്യം ഭരിക്കേണ്ടത്. ആ മതത്തിന് പുറത്തുള്ളവർക്ക് അവകാശങ്ങൾ വേണ്ടതില്ല എന്ന അവിടെയൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതിയിലേക്ക് നമ്മുടെ നാട്ടിലും ചില സംഘടനകളോ പ്രസ്ഥാനങ്ങളോ ഒക്കെ പോകുന്നുണ്ട് എന്ന് കരുതുന്നത് തെറ്റാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മതേതര ഇന്ത്യ, മതേതര ബഹുസ്വര ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ നാം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, ഭരണഘടന ഉയർത്തിപ്പിടിക്കണം. എന്തു വന്നാലും ഇന്ത്യയുടെ വിശുദ്ധ പുസ്തകമായ ഭരണഘടനയിൽ ജനാധിപത്യ വിരുദ്ധമായ, ഏകാധിപത്യപരമായ മാറ്റങ്ങൾ അനുവദിച്ചുകൂടാ എന്ന് നമ്മുടെ സെക്യുലർ പാർട്ടികൾ തീരുമാനിക്കണം. ആ തീരുമാനത്തോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എന്നെ ക്ഷണിച്ച സെറീന ട്രസ്റ്റിൻ്റെ പ്രവർത്തകരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസാണ് കാണുന്നത്. ഒന്ന്, ദാറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ടോളറൻസ്, 1 പോയിൻറ്റ്. സെക്കൻഡ് പോയിൻ്റ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോഓപ്പറേഷൻ. ദാറ്റ് ഷുഡ് ബി ദ കണ്ടന്റ് ഓഫ് സെക്യുലറിസം എന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ കണ്ടിട്ടുണ്ട്. വേറെ ചിലർ പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ടോളറൻസ്. പക്ഷേ ഇന്നിപ്പോൾ അധികം പേരും പറയുന്നത് ഈ രണ്ടാമത് പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷനിലാണ്, മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോഓപ്പറേഷൻ. പക്ഷേ ഹിസ്റ്റോറിക്കലി ഈസ് ഇറ്റ് ട്രൂ? ഹൗ ഇറ്റ് ഈസ് സസ്റ്റൈനബിൾ? കാരണം ഇന്ത്യനുമാരിയുള്ള ഒരു രാജ്യത്ത് ഇത്ര വളരെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ളൊരു കൺട്രിയിൽ എങ്ങനെയായിരുന്നു ടോളറൻസിൻ്റെ അല്ലാതെ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോഓപ്പറേഷനിൽ ഉണ്ടായിരുന്നത്? എസ്പെഷ്യലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കാസ്റ്റ്. ഇത് പണ്ട് ഗാന്ധിജി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ അംബേദ്കറോട് ചോദിച്ച സമയത്ത്
ചോദിച്ച സമയത്ത് സാറിന് അറിയായിരിക്കും അത് 1930 മറ്റേ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് നിങ്ങൾ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് വൈ ഡോണ്ട് വി സ്ട്രെസ് അവർ ഇമ്പോർട്ടൻസ് ഫോർ ദ ഫ്രീഡം സ്ട്രഗിൾ എന്ന് ചോദിച്ച സമയത്ത് ഓഫ് അവർ മദർലാൻഡ് എന്ന് ചോദിച്ച സമയത്ത് ഗാന്ധിയോട് ചോദിച്ചിരുന്നു ഹൂസ് മദർലാൻഡ് ആർ യു ടോക്കിംഗ് അബൌട്ട് വി ഹാവ് നോ മദർലാൻഡ്, വി ഹാവ് നോ കൺട്രി, വി ഹാവ് നോ മദർലാൻഡ്. പക്ഷേ ദിസ് ഈസ് എ വെരി ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ തരത്തിലുള്ള മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് കോപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലി വിൽ ഇറ്റ് സ്റ്റാൻഡ്? ആ ഒരു കണ്ടൻറ്റ് ഇപ്പം നമ്മളെല്ലാവരും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഷുഡ് മ്യൂച്വലി റെസ്പെക്ട് ആൻഡ് കോപ്പറേറ്റ്. ഇതിൻ്റെ ബേസിസിലായിരിക്കണം ഇനി ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സെക്യുലറിസം എന്ന് പറയുന്നത്. സെക്യുലറിസം ഓൾവേസ് ഈസ് എ ക്രിയേറ്റീവ് കൺസ്ട്രക്റ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണത് ഇതൊരു വൈരുദ്ധ്യം വരുന്നില്ലേ എന്നുള്ളതാണ് ഒരു സംശയം. സെക്യുലറിസത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മ്യൂച്വൽ റെസ്പെക്റ്റ് കോപ്പറേഷൻ എന്ന രൂപത്തിൽ മാത്രം കണ്ടാൽ പോരാ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സെക്യുലറിസം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സെക്യുലറിസം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ സെക്യുലറിസം, രണ്ട് കൾച്ചറൽ സെക്യുലറിസം. പൊളിറ്റിക്കൽ സെക്യുലറിസം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ എന്നാണ്. മതവും രാഷ്ട്രവും തമ്മിലുള്ള മതവും രാഷ്ട്രീയവും രണ്ട് എന്ന കാഴ്ചപ്പാട്. അതേ അവസരത്തിൽ കൾച്ചറൽ സെക്യുലറിസം എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് കൾച്ചർ എന്നതാണ്. മതം വേറെ സംസ്കാരം വേറെ എന്ന കാഴ്ചപ്പാട്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് അല്ലെങ്കിൽ കോപ്പറേഷൻ എന്ന് പറയുന്നതൊക്കെ സാധ്യമല്ലാതെ പോകുന്നത് നമ്മൾ കൾച്ചറൽ സെക്യുലറിസത്തിലേക്ക് വളരാൻ ശ്രമിക്കാറില്ല എന്നുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കൾച്ചറൽ സെക്യുലറിസം എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് കൾച്ചർ. ഇപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കൾച്ചറിനെ, നമ്മളല്ല എല്ലാവരും അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല, പൊതുവിൽ ആൾക്കാർ അവരുടെ കൾച്ചറിനെ മതവുമായി ബന്ധപ്പെടുത്തുന്നു. മതത്തിന് അതീതമായിട്ട് മതേതരമായിട്ട് കൾച്ചറിനെ അല്ലെങ്കിൽ സംസ്കാരത്തെ കാണാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ പ്രാചീന ഭാരതത്തിലെ സാഹിത്യകാരന്മാരാണ് വാൽമീകിയും വ്യാസനും. വാൽമീകിയെയും വ്യാസനെയും ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ, അവിടെ മതം എന്താവട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, സിഖ് ആവട്ടെ, മറ്റേതെങ്കിലും മതക്കാരാവട്ടെ, അവർ ഈ സാഹിത്യകാരന്മാരെ കാണേണ്ടത് എങ്ങനെയാണ്? അവർ വാൽമീകിയെയും വ്യാസനെയും ഹിന്ദുക്കളുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടാണോ കാണേണ്ടത്, അതോ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടാണോ? ഇവിടെ നമ്മൾ വാൽമീകിയെയും വ്യാസനെയും ഹിന്ദുക്കളുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ സങ്കുചിതമാവുകയാണ് ചെയ്യുന്നത്. കാരണം വാൽമീകിയുടെയും വ്യാസൻ്റെയും മതം അതെന്തുമാട്ടെ, അന്ന് ഹിന്ദുമതം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അതിനെ നമ്മൾ ഈ രാജ്യത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തുന്നതിന് പകരം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പൈതൃകത്തിൻ്റെ ഭാഗമായി കാണുന്നതിന് പകരം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പൈതൃകമായി കാണുമ്പോഴാണ് ഈ സ്പർദ്ധ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ രാമൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം പൈതൃകത്തിൻ്റെ ഭാഗമാണ് വരുമ്പോഴാണല്ലോ അവരുടെ പേരിൽ ഈ സ്പർദ്ധയുണ്ടാകുന്നത്. തിരിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് പുറത്ത് നിന്ന് വന്ന ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരുപാട് ചരിത്രധാരകളുണ്ട്. ഇതൊക്കെ അന്യദേശങ്ങളിൽ നിന്ന് വന്നതായതുകൊണ്ട് നമുക്ക് സ്വീകാര്യമല്ല എന്ന കാഴ്ചപ്പാട് നമ്മൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ സെപ്പറേഷൻ ഓഫ് കൾച്ചർ ആൻഡ് റിലീജിയൻ എന്ന അർത്ഥത്തിലുള്ള ഈ കൾച്ചറൽ സെക്യുലറിസം നമ്മൾ സാക്ഷാത്കരിക്കാത്തത് കൊണ്ടാണ്. നേരെ മറിച്ച് ഇവിടെ വന്ന മതങ്ങൾ, ക്രിസ്തുമതം പുറത്തുനിന്ന് വന്നതാണ്, പാർസി മതം പുറത്തുനിന്ന് വന്നതാണ്, ഇസ്ലാം മതം പുറത്തുനിന്ന് വന്നതാണ്. അതുപോലെ ചില ഐഡിയാസ്, ചില ഫിലോസഫിയൊക്കെ മാർക്സിസം പുറത്തുനിന്ന് വന്നതാണ്. അങ്ങനെയൊക്കെ വന്നുകൊണ്ട് പുറത്തു നിന്ന് വന്നതൊന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അവയ്ക്ക് നേരെ അസഹിഷ്ണുതയുണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അനേകം സംസ്കാരങ്ങൾ അവിടെ നിന്നും അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നുമൊക്കെ വന്നു ചേർന്ന് അതൊരു പൊതുധാരയിൽ അലിഞ്ഞു ചേർന്നുണ്ടായ ഒരു സിൻക്രറ്റിക് കൾച്ചറാണ്. ഈ കൾച്ചറൽ സിൻക്രറ്റിസം എന്ന ആശയത്തിലേക്ക് നമ്മൾ ഉയരാതിരിക്കുമ്പോഴാണ് ഈ സംസ്കാരത്തിൻ്റെ പേരിലുള്ള സ്പർദ്ധ, അതുപോലെ മതസ്പർദ്ധ ഒക്കെ ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ നമ്മൾ സെക്യുലറിസത്തിൻ്റെ കണ്ടൻ്റായിട്ട് ഇത് സാധ്യമല്ല, കോപ്പറേഷൻ സാധ്യമല്ല, മ്യൂച്വൽ റെസ്പെക്റ്റ് സാധ്യമല്ല എന്ന് പറയുന്നത് ശരിയാണോ? മ്യൂച്വൽ റെസ്പെക്റ്റ് സാധ്യമാണ്. നമ്മൾ പലപ്പോഴും ഇൻഡസ്ട്രിയൽ മോഡേണിറ്റിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, ഡിജിറ്റൽ മോഡേണിറ്റിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, വ്യാവസായികമായിട്ടുള്ള ആധുനികതയെക്കുറിച്ച്, ഡിജിറ്റൽ ആധുനികതയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് കൾച്ചറൽ മോഡേണിറ്റി എന്ന് പറയുന്നത്. സാംസ്കാരിക ആധുനികത എന്നൊന്നുണ്ട്.
ഈ സാംസ്കാരിക ആധുനികത എന്നത് സാംസ്കാരിക ഷോവിനിസത്തിൽ നിന്ന് മുക്തി നേടുന്ന അവസ്ഥയാണ്. ഇപ്പോൾ 1917 സഹോദരൻ അയ്യപ്പൻ മിശ്രബോധനം നടത്തി. അന്ന് മിശ്രബോധനം നടത്തുന്നത് ഹിന്ദുക്കൾക്കിടയിലാണെന്ന് നമ്മൾ ഓർക്കണം. അതായത് ഹിന്ദു സമുദായത്തിനകത്തുള്ള അക്കാലത്ത് താഴ്ന്ന ജാതിക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട താഴ്ന്ന ജാതിക്കാരെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹം സ്വന്തം സമുദായത്തിലെ ആൾക്കാരെയും ഉൾപ്പെടുത്തി 1917 കൊച്ചിയിൽ നടത്തിയ ഈ മിശ്രബോധനം അത് കൾച്ചറൽ മോഡേണിറ്റിയുടെ ആദ്യത്തെ ഒരു സൂചനയായിരുന്നു എന്ന് നമുക്ക് പറയാം. കേരളത്തിൽ നടന്ന, അതായത് അക്കാലത്തൊക്കെ ഹിന്ദുക്കൾക്കിടയിലെ താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കാൻ പോലും അവകാശമില്ല. അവർക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല എന്ന് മാത്രമല്ല, ഈ അവരെ മേൽജാതിക്കാരെന്ന് പറയുന്ന ആൾക്കാർ നടക്കുന്ന വഴികളിൽ പോലും നടക്കാൻ പാടില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്ന കാലത്താണ് ആ താഴ്ന്ന ജാതിക്കാരെ കൂടി ഉൾപ്പെടുത്തി മേൽജാതിക്കാരെയും ചേർത്തൊരു മിശ്രബോധനം നടത്തിയത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ കൾച്ചറൽ മോഡേണിറ്റിയുടെ കാര്യത്തിൽ കേരളം, നമ്മൾ പറയാറുണ്ടല്ലോ, കേരളം എന്ന് പറഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെ രംഗത്തൊക്കെ മുന്നോട്ട് പോയ സംസ്ഥാനമാണ്, ഉത്ബുദ്ധമാണ് എന്നൊക്കെ പറയുമെങ്കിലും മിശ്രബോധനം നടത്തപ്പെട്ട 107 വർഷം മുമ്പ് മിശ്രബോധനം നടത്തപ്പെട്ട കേരളത്തിൽ ഇന്നും മിശ്രവിശ്രമം സാധ്യമല്ല എന്നല്ലേ അവസ്ഥ. മിശ്രവിശ്രമം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോഴും ഇവിടെ മുസ്ലിം മരിച്ചാൽ മുസ്ലിമിൻ്റെ ശ്മശാനത്തിൽ, ക്രിസ്ത്യാനി മരിച്ചാൽ ക്രിസ്ത്യാനിയുടെ ശ്മശാനത്തിൽ, ഹിന്ദുക്കൾ മരിച്ചാൽ അവർക്ക് ജാതിയുടെ പേരിൽ ശ്മശാനങ്ങളിൽ ഓരോ ജാതിയുടെയും ശ്മശാനത്തിൽ. അല്ലാതെ നമ്മളൊക്കെ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10-100 വർഷം എങ്കിലുമായിട്ടും ഒരേ നിരത്തിലൂടെ ഒന്നിച്ച് നടക്കുന്നു, ഒരേ വാഹനത്തിൽ ഒന്നിച്ച് സഞ്ചരിക്കുന്നു, ഒരേ ഗ്രൗണ്ടിൽ ഒന്നിച്ച് കളിക്കുന്നു, ഒരേ ഹോട്ടലിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഒരേ വിദ്യാലയത്തിൽ പഠിക്കുന്നു, ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഏത് ജാതിക്കാരനായാലും എന്നൊക്കെ അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അയിത്തം എന്ന് പറയുന്ന അതിൽ നിന്നൊക്കെ വലിയൊരു പരിധിവരെ മുക്തമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മരണാനന്തര അയിത്തം നമ്മൾ സൂക്ഷിക്കുകയല്ലേ. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയിത്തമാണ്. അവൻ്റെ, അതായത് മുസ്ലിമിൻ്റെ കൂടെ വിശ്രമിച്ചുകൂടെ അവസാനം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ കൂടെ പറ്റില്ല, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ കൂടെ പറ്റില്ല. അതായത് മിശ്ര ശ്മശാനം എന്ന ഒരു ഐഡിയയിലേക്ക് നമ്മൾ ഇപ്പോഴും വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ കൾച്ചറൽ മോഡേണിറ്റിയിലേക്ക് നമ്മൾ ഉയരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്പർദ്ധ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ സാമൂഹികമായിട്ടുള്ള വേറിട്ട് നിൽപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചുരുങ്ങി വരും. കൾച്ചറൽ മോഡേണിറ്റി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ വീണ്ടും രാജ്യം മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഈ രൂപത്തിലുള്ള പല വിവേചനങ്ങൾക്കും പല രൂപത്തിൽ അറുതിയായിട്ടുള്ളതുപോലെ ഇവിടെയും അതിനൊക്കെ അറുതി ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രത്യാശിക്കേണ്ടത്. റിഫോം മൂവ്മെൻറ്റ്സ് വളരെ നന്നായിട്ട് നടന്ന ഒരു സ്ഥലമാണ് പ്രദേശമാണ് കേരളം. അപ്പോൾ അവിടെ നമുക്ക് യോഗക്ഷേമ, നായ സർവീസ് സൊസൈറ്റി, SNDP ഇങ്ങനെ കുറേ കമ്മ്യൂണിറ്റീസ് എൻഡോഗമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അവരവരുടെ കമ്മ്യൂണിറ്റിയിൽ ഒതുങ്ങി. ഇപ്പോൾ അത് ഒരു കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റിയായി മാറിക്കഴിഞ്ഞില്ലേ. സാറിൻ്റെ ടോക്ക് ഭയങ്കര നന്നായിരുന്നു. പിന്നെ ത്രൂ എ ലോട്ട് ഓഫ് ലൈറ്റ് ഓൺ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കണ്ടംപററി സൊസൈറ്റി. എനിവേ, ഈ കേരളത്തിൽ കാണുന്ന എനിക്ക് തോന്നുന്ന ഒരു ഡേഞ്ചറസ് ട്രെൻഡ് എന്ന് പറയുന്നത്, അതുവരെ ഉണ്ടായിരുന്ന ഒരു എക്സോഗമി പോലും മാറ്റിവെച്ചുകൊണ്ട് കമ്മ്യൂണിറ്റികൾ സ്വന്തം ഐഡൻറ്റിറ്റിയിലേക്ക് ചുരുങ്ങിപ്പോകുന്നില്ലേ എന്ന്, അത് തന്നെ പൊളിറ്റിക്കലി ചില ട്രെൻഡ്സിലേക്ക് നീങ്ങുന്നു. ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിക്കൽ കൺസ്ട്രക്റ്റാണ്, ഒരു പ്രത്യയശാസ്ത്ര നിർമ്മിതിയാണ്. അപ്പോൾ ഈ വർഗീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് വളരെ പ്രധാനമാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ജാതി വിഭാഗത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഊന്നിക്കൊണ്ടാണ് അവർ രാഷ്ട്രീയമായ സംഘാടനം നടത്തുന്നത്. വർഗീയ പാർട്ടിയായാലും ജാതീയ പാർട്ടിയായാലും ഒക്കെ അങ്ങനെയാണ്. ആ ഐഡൻറ്റിറ്റി, ഒന്നുകിൽ ജാതിയുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ മതത്തിൻ്റെ ഐഡൻറ്റിറ്റി, അത് മുന്നിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭാഷയുടെ ഐഡൻറ്റിറ്റി ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ജനസംഘാടനം നടത്തുന്ന രീതിയാണ് അവർ പിന്തുടരുന്നത്. അപ്പോൾ കേരളം ഈ റിഫോം മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായ സ്ഥലമാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും, ഇപ്പോഴും കേരളത്തിൽ നമ്മൾ 2018 ശബരിമല വിധി നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. 2018 സെപ്റ്റംബറിലാണ് ശബരിമല വിധി വരുന്നത്. സുപ്രീം കോടതിയിലെ ഐതിഹാസിക വിധി എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെട്ടൊരു വിധിയായിരുന്നു അത്. ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞത്, കേരളത്തിൽ നിലവിലുള്ള ശബരിമലയിൽ പ്രത്യേക പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ
പ്രവേശനം അനുവദിക്കാവൂ എന്ന അവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. എല്ലാ സ്ത്രീകൾക്കും പ്രായഭേദമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണം എന്ന നിലപാടാണ് സുപ്രീം കോടതി ആ വിധിയിൽ സ്വീകരിച്ചത്. അന്ന് സുപ്രീം കോടതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ആ കാര്യം ഇതാണ്: നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളും മതങ്ങളുടെയോ ജാതികളുടെയോ നിയമങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ, സെക്യുലർ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ മതനിയമങ്ങൾക്കോ ജാതി നിയമങ്ങൾക്കോ അല്ല, മറിച്ച് ഭരണഘടനാ മൂല്യങ്ങൾക്കാണ് മേൽക്കൈ ഉണ്ടാകേണ്ടത്. അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചില മതത്തിൻ്റെ ആളുകൾ പറയുന്നു സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം പാടില്ല, പ്രത്യേക പ്രായപരിധിയിൽപ്പെട്ടവർക്ക് പാടില്ല എന്ന് പറയുമ്പോൾ അത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ എന്നിട്ട് നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടികൾ ആ വിധിയോടൊപ്പം നിന്നോ? വിധിയോടൊപ്പം ആദ്യം നിന്ന ഒരു പാർട്ടി പിന്നോട്ട് പിൻവലിഞ്ഞു പോയി. മറ്റേ പാർട്ടികളൊന്നും അതിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ റിഫോം മൂവ്മെൻറ്റ്സ് ഒക്കെ നടന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും, നമ്മൾ നവോത്ഥാന മൂല്യങ്ങളുമായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേർന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോഴും നമ്മൾ പിറകോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്ര കൺസ്ട്രക്റ്റാണെന്നും അതുപയോഗിച്ചാണ് എല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ടി.എൻ. മദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ സെക്യുലറിസം ഇൻ ഇറ്റ്സ് പ്ലേസ് എന്ന് പറഞ്ഞൊരു എസ്സേയിൽ അയാൾ പറഞ്ഞിരിക്കുന്നത്, ഓവർ എംഫസിസ് ഓൺ സെക്യുലറിസം ഈസ് ദി റീസൺ for rise of fundamentalism in India, especially when secularism is marginalizing the religious faith, and so it gives chance for fundamentalism. So we have to emphasize not secularism but pluralism. Your comment on this? നമ്മൾ സെക്യുലറിസത്തിലല്ല ഊന്നേണ്ടത്, പ്ലൂറലിസത്താണ് ഊന്നേണ്ടത് എന്നാണോ പറഞ്ഞത്? അതല്ലേ? അല്ല, പ്ലൂറലിസം ഉണ്ടാകണമെങ്കിൽ സെക്യുലറിസം വേണ്ടേ? സെക്യുലറിസം ഇല്ലാതെ എങ്ങനെയാണ് പ്ലൂറലിസത്ത് ഊന്നാൻ കഴിയുക? ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മതേതര രാഷ്ട്രം, ഒരു റിലീജിയസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മതാത്മക രാഷ്ട്രം. റിലീജിയസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളെയും ആസ്പദമാക്കിയുള്ള ഒരു സ്റ്റേറ്റല്ല. ഇപ്പോൾ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന മതത്തെ മാത്രം ആസ്പദമാക്കിയുള്ള ഒരു സ്റ്റേറ്റാണ്. ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തെ മാത്രം ആസ്പദമാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ നമ്മൾ പ്ലൂറലിസം അവിടെ ഉണ്ടാകുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് മോണോ കൾച്ചറലിസമാണ്, ഏകസ്വരതയാണ് ഉണ്ടാകുന്നത്. നമുക്ക് വേണ്ടത് മൾട്ടി കൾച്ചറലിസമാണ്, ബഹുസംസ്കാരാവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. ബഹുസംസ്കാരാവസ്ഥ ഉണ്ടാകുന്നത് പ്ലൂറലിസം നിലനിൽക്കുമ്പോഴാണ്. ഈ പ്ലൂറലിസം നിലനിൽക്കണമെങ്കിൽ സ്റ്റേറ്റ് സെക്യുലർ ആയിരിക്കണം. ഒരു പ്രത്യേക മതത്തെ ആസ്പദമാക്കിയിട്ടാണ് ഒരു സ്റ്റേറ്റ് വരുന്നതെങ്കിൽ, സ്റ്റേറ്റ് രൂപീകരിക്കപ്പെടുന്നതെങ്കിൽ, ഭരണം നടക്കുന്നതെങ്കിൽ, ആ മതത്തിന് വെളിയിലുള്ളവരൊക്കെ രണ്ടാം കിട പൗരന്മാരായിരിക്കും. അതാണല്ലോ ഒരു റിലീജിയസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആകുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. അല്ല, ഓവർ എംഫസിസ് എന്ന് പറയുമ്പോൾ ഈ മതേതരത്വത്തിൽ നമ്മൾ ഓവർ എംഫസിസ് അമിതമായിട്ട് ഊന്നുക എന്ന് പറയുമ്പോൾ നമ്മൾ മതേതരത്വത്തിൽ ഊന്നുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വി ഡോണ്ട് വാണ്ട് എ തിയോക്രസി എന്നുള്ളതാണ്. ഒരു തിയോക്രസി നമുക്ക് വേണ്ട, മതഭരണം നമുക്ക് വേണ്ട. അത് ഊന്നിയിട്ടില്ലെങ്കിൽ, നമ്മൾ മതേതരത്വത്തിൽ ഒന്നും ഊന്നാതെ വെറുതെ അതിൻ്റെ തൊലിപ്പുറമേ മാത്രം നടന്നു പോകുമ്പോഴാണല്ലോ ഇത്തരം തിയോക്രാറ്റിക് പാർട്ടീസൊക്കെ വളർന്നു വരുന്നത്. തിയോക്രസിയെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ അല്ലെങ്കിൽ അടിച്ചമർത്തണമെങ്കിൽ അതിന് എതിര് നിൽക്കുന്ന ഒരു കൗണ്ടർ ഐഡിയോളജി വേണം. ഒരു തിയോക്രസിയുടെ ഐഡിയോളജിക്ക് എതിര് നിൽക്കുന്ന ഒരു സെക്യുലർ ഐഡിയോളജി വേണം. സെക്യുലർ ഐഡിയോളജി മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് തിയോക്രാറ്റിക് ഐഡിയോളജിയെ നേരിടാൻ പറ്റൂ. നമുക്ക് ഇസ്ലാമിസം എന്ന് പറയുന്ന ഇസ്ലാമിക് ഐഡിയോളജിയെ നേരിടണമെങ്കിൽ സെക്യുലറിസം വേണം. ഹിന്ദുത്വവാദത്തെ എതിരിടണമെങ്കിലും സെക്യുലറിസം വേണം. അതില്ലാതെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഹിന്ദുത്വവാദത്തെയും ഇസ്ലാമിസത്തെയും ഒക്കെ എതിരിടാൻ പോകുന്നത്? ഡയറക്റ്റ് ബന്ധമില്ലാത്തൊരു ചോദ്യമാണ് സാർ. ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം, മണിപ്പൂരിൽ നടക്കുന്നത് റേഷ്യൽ കോൺഫ്ലിക്റ്റ് ആണോ റിലീജിയസ് കോൺഫ്ലിക്റ്റ് ആണോ എന്നുള്ളതാണ്. പത്ര റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിട്ട് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ സാറിൻ്റെ അഭിപ്രായം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. മീത്തി കുക്രി തമ്മിൽ നടക്കുന്നത്
റിലീജിയസ് കോൺഫ്ലിക്റ്റ് ആണോ അതോ റേഷ്യലാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ സോഷ്യൽ മീഡിയയും പത്രങ്ങളൊക്കെ വായിച്ച് കഴിയുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കണം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട്. ക്രൈസ്തവർക്ക് നല്ല സ്വാധീനമുള്ള ഒരു സ്റ്റേറ്റാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുക്കളിൽ നിന്ന് ഭിന്നമായിട്ട് ക്രൈസ്തവ വിഭാഗം കൂടി അധിവസിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് അവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾക്ക് ഈ വർഗീയ ഛായ നൽകുക എളുപ്പമാണ്. അങ്ങനെ വർഗീയ ഛായ നൽകപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ സംഭവത്തിന്. പക്ഷേ അവിടെ റേഷ്യൽ കോൺഫ്ലിക്റ്റാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഈ രണ്ട് റേസസിൽപ്പെട്ട രണ്ട് വംശത്തിൽപ്പെട്ട ആൾക്കാർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റായിട്ടും അവിടെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു ആ പ്രദേശത്ത് ഒരു മതഗ്രൂപ്പ് എന്ന നിലയിൽ മതവിഭാഗം എന്ന നിലയ്ക്ക് ക്രിസ്ത്യാനികൾ ഉള്ളത് കൊണ്ട് അതിനെ പെട്ടെന്ന് വർഗീയവൽക്കരിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. പ്രഭാഷകൻ്റെ പൊതുവായിട്ടുള്ള വിപുലമായ ചിന്താധാരകളോട് ഞാൻ യോജിക്കുന്ന ആളാണ്. ഞാനൊരു മതേതരവാദിയാണ്. എന്നെ പേഴ്സണലായിട്ടും അമിത് സാറിനറിയാം. പക്ഷേ എന്നിരുന്നാലും ഈ എന്നെപ്പോലെയുള്ള മതേതരവാദികൾക്ക് കുറേ വർഷങ്ങളിലൂടെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ആശങ്കകൾ വന്നിട്ടുണ്ട്. താങ്കളുടെ ഇന്ന് നടത്തിയ ഈ പ്രഭാഷണം എനിക്ക് പൊതുവിൽ തോന്നിയത് സാമാന്യമായ ചില ധാരണകളുടെ ഒരു രീതിയാണ്. മറിച്ചൊരു ഭാഗം അത് താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എന്തോ താങ്കൾ പൊതുവിൽ ഒരു സാമാന്യ രീതിയിലുള്ള ഒരു സംഭാഷണ മേഖലയിലേക്കാണ് പോയത്. അതിൻ്റെ ഒരു അക്കാഡമിക് ചർച്ചകളിലേക്കൊന്നും പോയില്ല എന്ന ഒരു പരാതി എനിക്കുണ്ട്. ഇവിടെ ആദ്യം ചോദ്യം ഉന്നയിച്ച ആൾ പറഞ്ഞു ഇതിൻ്റെ കൃത്യമായ ഉള്ളടക്കം എന്താണെന്നത്. ഇപ്പോൾ മതേതരത്വം എന്ന് പറയുന്ന ആശയം അതൊരു വളരെ മോഡേൺ ആയിട്ടുള്ളൊരാശയമാണ്. ഇപ്പോൾ ഹോളിയോക്ക് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് ആണ് ഹോളിയോക്കാണ് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ സെക്കുലറിസം എന്ന ഒരു പദം കോയിൻ ചെയ്തത്. അത് സാറിന് അറിയാവുന്ന കാര്യമായിരിക്കും തോന്നുന്നു. അത് ഒരു തരത്തിൽ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദി സ്റ്റേറ്റ് ആൻഡ് ദ റിലീജിയൻ. മതവും രാഷ്ട്രവും വ്യത്യസ്ത മണ്ഡലത്തിൽ വർത്തിക്കുന്ന ഒരു ആശയത്തിൻ്റെ രൂപത്തിൽ യൂറോപ്പ് പോലെയുള്ള ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം 90%-ലേറെ ക്രിസ്ത്യാനികൾ വസിക്കുന്ന ഒരു മേഖലയിലാണ് നമ്മളെപ്പോലെയുള്ള ബഹുസ്വര പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഹോളിയോക്ക് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഈ ടേം ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോയിൻ ചെയ്യുന്നത്. ഇപ്പം മതേതരത്വം അതിലേക്ക് വന്നോന്നറിയില്ല ആ ഡിസ്കഷനിൽ നിർവചനത്തിലേക്ക്. ഇത് മതവിരുദ്ധവുമല്ല മതാനുകൂലവുമല്ല. നമ്മൾ വെറും സ്റ്റേറ്റിനെയും റിലിജനെയും കാണുന്നതിന് പകരം വ്യക്തിപരമായ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടുന്നതായ ചില കാര്യങ്ങൾ ഈ ടെർമിനോളജി നമ്മളോട് പറയുന്നുണ്ട്. അത് മതാനുകൂലവുമല്ല മതവിരുദ്ധവുമല്ല. മതത്തെ വ്യക്തിപരമായ ഒരു കാര്യമായിട്ട് കാണാനാണ് ഒരു തരത്തിൽ സെക്കുലറിസത്തിൻ്റെ ഡെഫിനിഷനിലെ ഊന്നലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ സെക്കുലർ മതേതരത്തെ കുറിച്ചിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇപ്പം ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ആ വിഷയം ഉന്നയിക്കുന്ന പ്രസൻറ്റിസമാണ്. നമ്മൾ വർത്തമാനകാലീനതയുമായിട്ട് അതിനുള്ള ഒരു ക്ലോസ് റിലേഷനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒട്ടേറെ കൃതികൾ ഈ നമ്മുടെ ഇന്ത്യയിലെ പണ്ഡിതന്മാരും മദനാകട്ടെ ശിഷ്ണാന്തി ആകട്ടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വിപുലമായിട്ടുള്ള ഒരു ചർച്ച ഇന്ത്യൻ മതേതരത്തെ കുറിച്ചിട്ട് ഞാൻ ഈ BJP അങ്ങനെയുള്ള ഹിന്ദുത്വവാദികളുടെ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രം നിന്നുകൊണ്ടല്ല ഇതിനെ കാണുന്നത്.
മതേതരവാദികൾക്ക് അവർ പണ്ട് ഉന്നയിച്ചിരുന്ന പ്രശ്നങ്ങളിൽ ശക്തമായി നിലനിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ചില ചിന്തകളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ശക്തമായി വാദിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ഞാനൊക്കെ ഉൾപ്പെട്ടിരുന്ന റേഷണലിസ്റ്റ് സംഘടനകളൊക്കെ അതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടിയതാണ്. ഇന്ന് ആ മുറവിളി കേൾക്കാനില്ല. അപ്പോൾ അതൊരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. അപ്പോൾ സാറ് പറഞ്ഞ ആ ശക്തമായിട്ടുള്ള ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ശക്തമായി അതൊന്നും തിയറിറ്റിക്കലായിട്ട് അതിനോടൊന്നും യാതൊരു വിയോജിപ്പില്ല. പക്ഷെ പ്രായോഗികമായി മൾട്ടിപ്പിളായിട്ടുള്ള ഒരു കൾച്ചറൽ അറ്റ്മോസ്ഫിയർ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ മതേതരത്വത്തെ എങ്ങനെ ഇന്ത്യയിൽ നിലനിർത്താം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായ ചില വീക്ഷണത്തിലൂടെ നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു പൊസിഷനാണ് എനിക്കുള്ളത്. എനിക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കാൻ പറ്റില്ല. ചോദ്യം എന്താ ഞാൻ പറയുന്നത്, പിന്നെ ഈ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്ന് നമ്മൾ ഒറ്റനോട്ടത്തിൽ ഇങ്ങനെ പറയുന്നതിന് പകരം ഇപ്പോൾ ഉദാഹരണമായിട്ട് ജാതിയെ താങ്കൾ പ്രത്യേകമായിട്ട് അഡ്രസ്സ് ചെയ്തില്ല. ഇപ്പം ആനുഷംഗികമായിട്ട് BJPക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അവർ തന്നെയാണ് അധികാരത്തിലെന്ന് ഒരു വാക്ക് താങ്കൾ പറയുകയുണ്ടായി. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിൽ ഇന്ത്യയിലെ ഈ ജാതീയമായ ചില ഘടകങ്ങൾ ഒരു പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ജാതിയുമായിട്ട് കൂടി പ്രത്യേകിച്ച് ഈ ദളിത് വിഭാഗങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഈ മതേതരത്വം എന്ന് പറയുന്ന ആ ആശയത്തെ ഒരു പ്രത്യേക തലത്തിൽ വീക്ഷിക്കേണ്ടതല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. വെറും ഇതൊരു ബൈനറി പൊസിഷനിൽ നിന്നുകൊണ്ട് ഹിന്ദു മുസ്ലിം എന്നതിൻ്റെ അപ്പുറം ഇതിന് മാനങ്ങളില്ലേ എന്ന ഒരു ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. ശരിയാണ്. 1851 ജോർജ് ഹോളിയോക്കാണ് സെക്യുലറിസം എന്ന പദം ആദ്യം കൊണ്ടുവരുന്നത്. പക്ഷേ സെക്യുലറിസം എന്ന ആശയം അതിനു മുമ്പേ ഉണ്ട്. ഇംഗ്ലീഷിൽ ആ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ജോർജ് ഹോളിയോക്ക് 1851 എന്നേ ഉള്ളൂ. അതിനു മുമ്പേ ഉള്ളതായത്. യേശുക്രിസ്തു പണ്ട് 2000 കൊല്ലം മുമ്പല്ലേ പറഞ്ഞത്, ഗിവ് അൺ ടു സീസേഴ്സ് ദാറ്റ് ഈസ് സീസേഴ്സ് ആൻഡ് അൺ ടു ഗോഡ് വാട്ട് ഈസ് ഗോഡ്. അതും സെക്യുലറിസ്റ്റ് പ്രിൻസിപ്പിൾ തന്നെയാണ്. അക്കാലം തൊട്ടേ ഉണ്ട്. അതായത് പള്ളി വേറെ, പിന്നെ ഭരണം വേറെ, മതം വേറെ, ഭരണം വേറെ എന്ന ആശയം, അതാണല്ലോ സെക്യുലറിസത്തിൻ്റെ കാമ്പ്, അതിൻ്റെ തുടക്കം അതാണ്. പിന്നെ ഇവിടെ ഞാൻ പറയുമ്പോൾ ജാതി, ഈ രണ്ട് ബൈനറി എന്നുള്ളതിലേക്ക് ഞാൻ പറഞ്ഞു ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുക ചെയ്യുന്നത്. ജാതി എന്ന പ്രശ്നം ഇല്ലാതെ എന്നോ അല്ലെങ്കിൽ അത് കണക്കിലെടുക്കേണ്ട എന്നോ ഒന്നും ഞാൻ എൻ്റെ വാക്കുകളിലൊന്നും ദ്യോതിപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ജാതിയുടെ പ്രശ്നം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ പ്രശ്നമായിട്ട് മാത്രമല്ലല്ലോ കാണേണ്ടത്. അത് സാമൂഹികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകളെ ഒഴിച്ചു നിർത്തുന്ന ഒരു പ്രത്യയശാസ്ത്രം രാജ്യത്ത് നിലവിലുണ്ട്. ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയവാദികൾക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയവാദികൾക്കും ഒരുപോലെ ബാധകമാണ്. നമ്മളിപ്പോൾ ഈ ജാതി പ്രശ്നം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ് ഈ ജാതി പ്രശ്നം എന്നാണ് പൊതുവെയുള്ള ധാരണ. അത് തെറ്റായ ധാരണയാണ്. ഹിന്ദുക്കൾക്കിടയിൽ മാത്രമല്ല ജാതി പ്രശ്നമുള്ളത്. വേണുവിന് ഒരു പക്ഷേ അറിയാമായിരിക്കും, മഹാരാഷ്ട്രയിലും അതുപോലെ ബീഹാറിലും ഒറീസയിലുമൊക്കെ ബാക്ക്വേർഡ് മുസ്ലിംസ് എന്ന് പറയുന്നിട്ട് പിന്നാക്ക മുസ്ലിങ്ങൾ അവിടുത്തെ മുന്നാക്ക മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഈ പിന്നാക്ക മുസ്ലിംസ് എന്ന് പറയുന്നത് പഴയ കാലത്ത് ഹിന്ദുക്കൾക്കിടയിലെ താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്ന ജാതികളിൽ നിന്ന് മതം മാറി വന്നവരാണ്. അവരെ ഇന്നും മേൽജാതിക്കാരായ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ കൂടെ ഏതെങ്കിലും രൂപത്തിൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. വിവാഹബന്ധം പോലും നടക്കാറില്ല. അങ്ങനെയുള്ള ഒക്കെ അവസ്ഥയുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ജാതി എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ മാത്രം ഒരു പ്രശ്നമാണ് എന്ന് കരുതുന്നത് തെറ്റാണ്. മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ അവശ ക്രിസ്ത്യാനികൾ എന്ന വിഭാഗം എങ്ങനെയാണ് ഉണ്ടായത്? ആ ക്രിസ്ത്യാനികൾക്കിടയിൽ ജാതിയുടെ പ്രശ്നം കൊണ്ട് തന്നെ ഉണ്ടായത്. അതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അങ്ങനെ അത്രയും അങ്ങോട്ട് നമ്മൾ ഈ ഒരു പ്രസംഗത്തിൽ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്പർശിക്കുക എന്ന് പറഞ്ഞ ജാതീയതയെക്കുറിച്ച് സ്പർശിച്ചുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം അതുകൊണ്ട് ഉണ്ടാകുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മുടെ ചോദ്യം ഇതാണ്: സെക്യുലർ ഇന്ത്യ നിലനിൽക്കുമോ? അതിൻ്റെ ഭാവി എന്താണ്? അതിൻ്റെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ നമ്മൾ സെക്യുലർ മൂല്യങ്ങൾ മുറുകെ പിടിക്കണം. ഈ സെക്യുലർ മൂല്യങ്ങളുടെ ഭാഗം തന്നെയാണ് ഈ ജാതീയ പ്രശ്നങ്ങളും ബാക്കി കാര്യങ്ങളുമൊക്കെ. അതിനെ അങ്ങനെ കാണുന്നതിന് പകരം അതിനെ മാത്രം ഒറ്റപ്പെടുത്തി അത് പിന്നെ പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന രൂപത്തിലുള്ളൊരു വിമർശനം ഏതായാലും നല്ലത് തന്നെയാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന് വല്ല പ്രസക്തിയുമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഈ മതേതര ഇന്ത്യയുടെ ഭാവിയെപ്പറ്റി പറയുമ്പോൾ ഇപ്പം ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഏതാനും ചില വർഷങ്ങളായിട്ടേ ഉള്ളൂ അതിനെപ്പറ്റി പറയാൻ തുടങ്ങിയിട്ട്. കൂടുതലായി ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ് ആ ആൾക്കാരും ഒരു മതത്തിലേക്ക് ഒതുങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മതേതര ഇന്ത്യ എന്താണ്? മതേതരത്വം ഈ മതങ്ങൾ സംഘടിക്കുകയും മതപ്രചരണം നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് അല്ലേ ഇതുവരെ ഈ ഭൂരിപക്ഷ മതങ്ങളൊക്കെ സംഘടിക്കുക? അതിലേക്ക് വന്നപ്പോഴാണല്ലോ നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അതുവരെ ന്യൂനപക്ഷ മതങ്ങൾ സംഘടിക്കുകയും ആവശ്യങ്ങൾ നേടിയെടുക്കുകയും അതേപോലെ പല റിസർവേഷനൊക്കെ വരുന്നതുകൊണ്ടല്ലേ ആ റിസർവേഷനൊക്കെ നിർത്തേണ്ട കാലങ്ങൾ അതിക്രമിച്ചിട്ടില്ലേ? അതല്ലേ നമ്മുടെ മതേതര ഇന്ത്യയുടെ ഭാവി തുലാസിലാക്കിയത്. പിന്നെ ഭരണഘടന എന്ന് പറയുമ്പോൾ അന്ന് 50-ലുണ്ടായിട്ടുള്ള ഭരണഘടനയല്ലല്ലോ. പല അമെൻമെൻറ്റും വന്നിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ ഭരണഘടന എന്ന് പറയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളുടെ മാറ്റങ്ങൾ വരുമല്ലോ. അതുതന്നെയല്ല ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങളുടെ നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയാണ് മതങ്ങൾ തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ മതങ്ങൾ തന്നെയാണ് ഈ മതേതരത്വം നശിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറിൻ്റെ ക്ലാസ്സിലിരുന്ന ആളാണ്, ഇംഗ്ലീഷ് ക്ലാസ്സായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം മതങ്ങളല്ലേ മതേതരത്വം നശിപ്പിക്കുന്നത് എന്നുള്ള മറുപടിയാണ് വേണ്ടത്. മതങ്ങൾ രണ്ട് തരമുണ്ട്. ഒന്ന് നോൺ പൊളിറ്റിക്കൽ റിലീജിയൻ, രണ്ടാമത്തേത് പൊളിറ്റിക്കൽ റിലീജിയൻ. ഈ പൊളിറ്റിക്കൽ റിലീജിയൻ എന്ന് പറയുന്നത് മതേതരത്വത്തിനെതിരാണ്. നോൺ പൊളിറ്റിക്കൽ റിലീജിയൻ മതേതരത്വത്തിനെതിരല്ല. അവർക്ക് ഈ തങ്ങളുടെ മതം രാജ്യം ഭരിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവില്ല. നോൺ പൊളിറ്റിക്കൽ, നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണകൂടം, ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കില്ല. നേരെ മറിച്ച് പൊളിറ്റിക്കൽ റിലീജിയൻ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ആഗ്രഹിക്കുന്നത് എന്താണ്? ഇസ്ലാമിൻ്റെ മതഭരണം വേണം, ഇസ്ലാം മതത്തെ ആസ്പദമാക്കിയുള്ള ഭരണം വേണം. അതുപോലെ പൊളിറ്റിക്കൽ ഹിന്ദുയിസം, ആ മതത്തിൽ വിശ്വസിക്കുന്നവർ, പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഷുഡ് ബി എ ഹിന്ദു രാഷ്ട്ര എന്നുള്ളതാണല്ലോ. അങ്ങനെയുള്ള മതത്തെയല്ല നമ്മൾ കുറ്റം പറയേണ്ടത്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ബിപിൻ ചന്ദ്രയെപ്പോലുള്ള ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പാർലമെൻ്ററി ഡെമോക്രസിയിൽ, ഇലക്ട്രൽ ഡെമോക്രസിയിൽ വരുന്ന ഒരു പ്രശ്നമാണിത്. അതായത് സെക്യുലർ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഭരണത്തിലെത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിന് ആരെയൊക്കെ കൂട്ടുപിടിക്കാമോ അതിനെയൊക്കെ കൂട്ടുപിടിക്കുന്ന ഒരു തലത്തിലേക്ക് സെക്യുലർ പാർട്ടികൾ തരം താഴും. അങ്ങനെ തരം താഴുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ സംവരണത്തിൻ്റെ പ്രശ്നമായാലും മറ്റേത് പ്രശ്നമായാലും, അല്ലെങ്കിൽ ഈ മത സംഘടനകളുമായിട്ടോ വർഗീയ സംഘടനകളുമായിട്ടോ ഉള്ള അവിഹിതമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത്. അത് പാർലമെൻ്ററി ഡെമോക്രസിയുടെ ഒരു ന്യൂനതയായിട്ട് ബിപിൻ ചന്ദ്രയെ പോലുള്ള ആൾക്കാർ പറഞ്ഞതാണ്. അതിനെ മറികടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മതരാഷ്ട്രങ്ങൾ അങ്ങനെ സ്വയംഭൂവാകുമോ? ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, പിന്നെ നമ്മൾ ഇന്ത്യ,
ഇന്ത്യയിൽ ഞാൻ ജീവിക്കുന്നതുകൊണ്ട് ഇത് പഠിക്കേണ്ട പ്രത്യേകിച്ച് കാര്യത്തിൽ അനുഭവിക്കുന്നതുകൊണ്ട് ഈ 3 സൊസൈറ്റിയായിട്ട് അത്യാവശ്യം മിങ്കിളായ ഒരാളാണ് ഞാൻ. ഇറാൻ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സംസ്കാരം ലോകത്ത് ഏറ്റവും കെട്ടിഘോഷിക്കപ്പെട്ട ഒരു അടിപൊളി സംസ്കാരമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയോട് ഒരു എൻമിറ്റുള്ള മായിരുന്നു ഇതുവരെ തോന്നിയില്ല. ഏതാണ്ട് 30 വർഷത്തോളം ഞാൻ അവരായിട്ട് പരിചയമുള്ളതാണ്. ഇതേപോലെ തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അവിടുത്തെ ഒരു മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതൊരു AK-47 ചുറ്റും നിൽക്കുന്ന, അതായത് പവറിൻ്റെ ഉള്ളിൽ കിടന്ന് വെമ്പൽ കൊള്ളുന്നൊരു സമൂഹമാണ്. ഒരു സ്വയംഭൂവായ ഒരു മതരാഷ്ട്രമല്ല അത്. അമേരിക്കയുടെ എന്താ പറയുക, കൃത്യമായ ചൂഷണവും അവിടുത്തെ ഒരു പാവ സർക്കാരിനെതിരെ കമ്മ്യൂണിസ്റ്റുകളും അവിടുത്തെ മതവാദികളും തമ്മിൽ മത്സരിച്ചതിൽ മതവാദികൾക്ക് മുൻതൂക്കം കിട്ടി. അവർ ആ അധികാരം ഇപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അതൊന്നൊരു ലിബറലൈസ് ചെയ്താൽ പൊഴിഞ്ഞു. എൻ്റെ അഭിപ്രായം ഇതാണ്, അതൊരു ലിബറലൈസ് ആയ ഒരു സൊസൈറ്റിയിലേക്ക് അവിടെ അല്പം ഒന്ന് അയഞ്ഞു കൊടുത്താൽ തീരാവുന്ന വിഷയമുള്ളൂ. അവിടെ അങ്ങനെ വ്യക്തിപരമായിട്ട് മതം ഭരിക്കണമെന്നോ മതത്തെക്കുറിച്ച് അത്ര കൺസേൺ അവിടെ ജനങ്ങളെന്നൊന്നും ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് വ്ളോഗേഴ്സിൻ്റെ വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും അവിടുത്തെ സൊസൈറ്റിയിലെ സ്ത്രീകളൊക്കെ എത്ര ഫ്രീ ആയിട്ടാണ് നമ്മുടെ വ്ളോഗേഴ്സിനോട്, ഇന്ത്യൻ വ്ളോഗേഴ്സിനോടൊക്കെ ഇടപഴകുന്നെന്നുള്ളത്. രണ്ടാമത്തെ കേസ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഹെസ്ബുള്ള അന്ന് ഹെക്മത്തിയാർ എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. അതൊന്നും സ്വയംഭൂവല്ല, അതൊക്കെ പാശ്ചാത്യ ശക്തികൾ ഇടപെട്ട് ഉണ്ടാക്കിയെടുത്ത മതരാഷ്ട്രങ്ങളാണ്. ഇപ്പോൾ താലിബാൻ പോലും അങ്ങനെയാണ്. അമേരിക്ക ഒരു ഭാഗത്ത് വിട്ടുപോകുന്നത് താലിബാൻ വരുന്ന ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ച പാകിസ്ഥാനെ കൈവിട്ടുകൊണ്ട് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ സൗഹൃദം ഇന്ത്യയോടാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടം എങ്ങനെയാണ് ബ്രാഹ്മണിക്ക് താല്പര്യങ്ങളോട് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ യോജിക്കുന്നിടത്തത് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന, ഇപ്പോൾ മാഷ് പറഞ്ഞ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, ഉത്തരേന്ത്യയിൽ ബീഫ് കൊലപാതകങ്ങളുണ്ട്. ആരാണ് വിമർശിക്കുന്നത്? ഇപ്പോൾ ദുറാട്ടിക്ക് ഇപ്പം ഇറങ്ങി നടക്കാൻ പറ്റില്ല, ഇന്ത്യയിൽ എവിടെയും കൊല്ലപ്പെടും. അതായത് ഇന്ത്യയിൽ അപ്രത്യക്ഷമായ ഒരു മെഷീൻ ഗൺ എപ്പോഴും ഉണ്ട്, സംഘപരിവാറിൻ്റെ കയ്യിലുണ്ട്. ഈ മതവിശ്വാസങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേവല വ്യക്തിപരമാണ്. ഇതിന് കിടമത്സരത്തിൽ ഇതിന് ഉപയോഗിക്കപ്പെടുകയാണ് കോർപ്പറേറ്റുകൾ. ഇപ്പോഴത്തെ ആധുനിക സാമ്രാജ്യത്വം, കൊളോണിയൽ, പിന്നീട് വരുന്ന മൾട്ടി കോർപ്പറേറ്റ് സിസ്റ്റം ഇതിന് ഉപയോഗിക്കുക താൽക്കാലത്തേക്ക് ഒരു ചൂഷണോപാധിയായി മാത്രം ഉപയോഗിക്കുകയാണ്. അതിൽ മനുഷ്യന്മാർ വീണു പോവുകയാണ്. ഇതിനപ്പുറം ഇതെങ്ങനെയാണ് മാഷ് നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ കേൾക്കാൻ താല്പര്യമുണ്ട് പറയാൻ. കാരണം മാഷ് 1986 ഷബാന ബീഗം കേസിൽ ആർട്സ് കോളേജിൽ നിന്ന്, ഞാൻ അടുത്ത സ്റ്റുഡൻ്റാണ്, അപ്പോൾ പറയലുണ്ടായി ഈ ജാഫർ തോലി മറ്റും പങ്കെടുത്ത ഒരു ഗംഭീരമായ ഒരു സംവാദത്തിൽ ഒരു മനുഷ്യൻ, അതായത് പ്രവാസിയെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ എവിടെയെങ്കിലും പുറം രാജ്യം പോകുമ്പോൾ നിങ്ങൾ ആദ്യം അന്വേഷിക്കുക ഒരു ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയല്ല, ഒരു മലയാളിയാണ്. ഗൾഫിലൊക്കെ അതാണ്. ഗൾഫിൽ നമ്മളൊക്കെ ഒരുപാട് വിശ്വാസികൾ ഒരു സ്ഥലത്ത് താമസിക്കും. ഈ പള്ളി പോകുന്നു, പള്ളി പോയി തിരിച്ചു വന്നാലും നമ്മൾ സിനിമ കാണുകയും നമ്മൾ മമ്മൂട്ടിൻ്റെ എല്ലാ സിനിമ കാണുന്ന എല്ലാം ഒരുമിച്ചാണ്. എല്ലാ ജീവിത വ്യവഹാരങ്ങളും ഒരുമിച്ചാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുമിച്ചാണ്. പിന്നെ മതം എങ്ങനെ ഇതിനകത്ത് ഡോമിനേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇത് എവിടെ വെച്ചാണ് മതം ഡോമിനേറ്റ് ചെയ്യുന്നത്? ഇതിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ അതാണ് ആ വിഷയം. ഇപ്പോൾ മലയാളിയായിട്ടുള്ള ഒരു ഹിന്ദു ഡൽഹിയിൽ പോകുമ്പോൾ അവിടെ അയാൾ കണ്ടുമുട്ടുന്നത് ഹിന്ദുവായ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആളെയാണെന്ന് വിചാരിക്കുക. ആ ഹിന്ദു മതസ്ഥനായ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആ വ്യക്തിയോട് തോന്നുന്നതിനേക്കാൾ കൂടുതൽ സാംസ്കാരികമായ അടുപ്പം തോന്നുക കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയ ഒരു മുസ്ലിമിനെ അവിടെ കണ്ടുമുട്ടുമ്പോഴാണ്. കേരളീയ മുസ്ലിമിനോടാണ് കേരളീയ ഹിന്ദുവിന് ഡൽഹിയിലെത്തുമ്പോൾ കൂടുതൽ അടുപ്പം ഉണ്ടാകുക, സാംസ്കാരികമായ അടുപ്പം ഉണ്ടാകുക. കാരണം അവർ തമ്മിൽ ഭാഷാപരമായിട്ടുള്ള അതുപോലെ പ്രാദേശികമായിട്ടുള്ള സാംസ്കാരിക പൊരുത്തമുണ്ട്. അതാണ് അതിന് കാരണം. അതിനോട് ഞാൻ യോജിക്കുന്നു. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ അമേരിക്കൻ സാമ്രാജ്യത്വം മറ്റ് പല സാമ്രാജ്യത്വ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഐഡിയോളജി ആവശ്യമാണ്. ഇപ്പോൾ നമ്മളൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ഉണ്ടാകുക. അമേരിക്കൻ സാമ്രാജ്യത്വം അഫ്ഗാനിസ്ഥാനിൽ ബോംബിട്ടു, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ നജിബുള്ള ഗവൺമെൻറ്റിനെ പുറത്താക്കി, അതല്ലെങ്കിൽ തുർക്കിയിൽ ഇറാഖിൽ ബോംബിട്ടു, അതുകൊണ്ടൊക്കെ അങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനപ്പുറം അവിടെ പ്രവർത്തിക്കുന്ന ഒരു ഐഡിയോളജി ഇല്ലേ. ഇപ്പോൾ ഈജിപ്തിൽ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന സയ്യിദ് കുത്തുബ് എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റ് പണ്ഡിതൻ്റെ ചിന്തകളിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐഡിയോളജി അവിടെ പ്രവർത്തിക്കുന്നു. ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദു രാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഉണ്ടല്ലോ. അല്ലാതെ ഇവിടെ ഇപ്പം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടാണോ ഇവിടെ ഈ പറയുന്ന ഹിന്ദു രാഷ്ട്രവാദം ഉണ്ടാകുന്നത്? അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നതിന് അർത്ഥമില്ല. ഒരു ഐഡിയോളജി അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുണ്ടാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഐഡിയോളജിക്കെതിരെ നമ്മൾ ഒരു സെക്യുലർ ഐഡിയോളജി വളർത്തിയെടുക്കണം. ആ സെക്യുലർ ഐഡിയോളജി ശക്തിപ്പെടണം. സെക്യുലർ ഐഡിയോളജിക്കാവണം മേൽക്കൈ.
അങ്ങനെ ആകുമ്പോഴേ ഒരു സെക്യുലർ രാഷ്ട്രം നിലനിൽക്കൂ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ.